പുതിയൊരു സ്റ്റോറിയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. ഇത് സാധാ ഒരു ക്ലീശേ സ്റ്റോറിയാണ്. നിങ്ങൾക്കിങ്ങനെ വായിച്ച് പോവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റോറിയിലേക്ക് കടന്നോട്ടെ. അസ്തമയ സൂര്യനെ പോലെ മുഖം ചുവന്ന് നിൽക്കുന്ന രാവണനെ കണ്ടപ്പോൾ എൻ്റെ ഉള്ള് പിടഞ്ഞു തുടങ്ങി. നെഞ്ചിരിപ്പ് കൂടിക്കൂടി വന്നു. വിയർപ്പ് തുള്ളികൾ എൻ്റെ നെറ്റിയിൽ തലോടി പതിയെ ധാവണിക്കുള്ളിൽ അഭയം തേടി. തീ പാടുന്ന ആ കണ്ണുകളിലേക്ക് നോക്കാതെ ഞാൻ മുഖം താഴ്ത്തി നിന്നു. തേങ്ങൽ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. ഉമിനീർ പോലും ഇറക്കാൻ വയ്യാത്തൊരവസ്ഥ. എന്നിലേക്ക് അടുക്കുന്ന രാവണനെ ഭയന്ന് ഓടാൻ ഭാവിച്ച എൻ്റെ കൈകളിൽ അവൻ്റെ ബലിഷ്ഠമായ കൈ വീണിരുന്നു. ശക്തമായി അവൻ മുറിയുടെ വാതിലിൽ എന്നെ ചേർത്ത് നിർത്തി. ഞാൻ വന്ന് നിന്ന ശക്തിയിൽ ആ വാതിൽ പൂർണ്ണമായും അടഞ്ഞുപോയി. എന്നോട് ചേർന്ന് നിന്ന് അവൻ വാതിലിൻ്റെ കുറ്റി നീക്കുമ്പോൾ അവൻ്റെ നെഞ്ചിൽ എൻ്റെ മുഖം ഉരയുന്നുണ്ടായിരുന്നു. അവൻ്റെ മിഴികളും മുഖവും എന്നിൽ മുറുകുന്ന കൈകളും എന്തിന് ആ ഗന്ധം പോലും എന്നിൽ ഭയമുളവാക്കി. മുന്നിൽ നിൽക്കുന്നത് ഒരു നാട് മുഴുവൻ രാവണൻ എന്ന് വിളിപ്പേരിട്ട, രക്തം കണ്ടാൽ അറക്കാത്ത, ആരെയും വകവെക്കാത്ത, മദ്യവും തല്ലുപിടിയുമായി നടക്കുന്ന രാക്ഷസനാണെന്ന ചിന്ത ഒരു വേള എൻ്റെ ബോധം നഷ്ടപ്പെടുത്താൻ പ്രാപ്തമായിരുന്നു. ആലോചിച്ച് തീരുന്നതിന് മുന്നേ അവൻ മുറിയിലെ ഓരോന്നും തല്ലി ഉടച്ചുകൊണ്ടിരുന്നു. പേടിയോടെ അവനെ തടയാൻ ആഞ്ഞ നേരം ആ കൈ ശക്തിയിൽ എൻ്റെ കവിളിൽ തട്ടി. അടിയുടെ ശക്തിയിൽ ഞാൻ താഴേക്ക് വീണു. കൈ അറിയാതെ തട്ടിയതാണെന്നത് വ്യക്തം. എങ്കിലും തല കറങ്ങുന്ന പോലെ തോന്നി. ദേഹം മൊത്തം തളരുന്ന പോലെയും. മടുത്തൊന്നും പറയാതെ അടി കിട്ടിയ കവിളിൽ കൈ ചേർത്ത് അങ്ങനെ ഇരുന്നുപോയി. തല ഉയർത്തി മുന്നിൽ നിൽക്കുന്ന രാവണനെ നോക്കാൻ മുതിർന്നില്ല. ആ ഇരുത്തം അങ്ങനെ തുടർന്നു. ആ മുറിയിൽ നിന്നും വമിക്കുന്ന മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം എൻ്റെ നാസികയിലൂടെ തലച്ചോറിലേക്ക് തുളച്ചു കയറി. അതെന്നിൽ മനം പുരട്ടലുണ്ടാക്കി തുടങ്ങി. ഒന്ന് എഴുന്നേൽക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി. നടക്കുന്നില്ല. പതിയെ മുട്ടിലിരുന്നു. താഴെ ചിന്നി ചിതറിയ മദ്യത്തിൻ്റെ ചില്ലുകൾ ഓരോന്നായി പെറുക്കിക്കൂട്ടി മറുകൈയിൽ കൂട്ടിവെച്ചു. മദ്യത്തിൻ്റെ ഗന്ധത്തിൽ എന്നിൽ വെറുപ്പ് ഉടലെടുത്തെങ്കിലും കാര്യമാക്കിയില്ല. ഒരു 10 നിമിഷം മുന്നേ നടന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് മിന്നി മറഞ്ഞു. ഇന്ന് പതിവിന് വിപരീതമായി നേരം വൈകിയാണ് മേലേടത്തേക്ക് ജോലിക്ക് വന്നത്. ഒരാഴ്ചയായി രാവണൻ സ്ഥലത്തില്ല എന്ന ധൈര്യത്തിലാണ് ഈ മുറിയിലേക്ക് കടന്നത്. ശരിക്കും ഒരു അസുരൻ്റെ വാസസ്ഥലം തന്നെയാണ് ഈ കിടപ്പുമുറി. മദ്യത്തിൻ്റെ കുപ്പികളും വലിച്ചു തീർത്ത സിഗരറ്റിൻ്റെ കുറ്റികളും വാരി വലിച്ചിട്ടിരിക്കുന്ന തുണികളുമായി ഒരിടം. രാവണൻ്റെ സ്വഭാവം പോലെ തന്നെ. മുറി വൃത്തിയാക്കുന്നതിനിടയിൽ കൈ തട്ടി താഴേക്കൊരു വലിയ മദ്യക്കുപ്പി വീണു ചിന്നി ചിതറി. അത് കണ്ടുവന്നതാണ് രാവണൻ. ഇന്ന് നേരം വൈകി വന്നതുകൊണ്ട് രാവണൻ തിരിച്ചു വന്നത് അറിഞ്ഞിരുന്നില്ല. പുറത്ത് കിടക്കുന്ന രാവണൻ്റെ ബുള്ളറ്റിലും ശ്രദ്ധ പതിഞ്ഞില്ല. ചിന്തകൾക്ക് വിരാമമിട്ട് പെറുക്കി കൂട്ടിയ ചില്ലുകളുമായി പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങി. എന്നെ തന്നെ നോക്കി അവനും. വാതിലിനരികിലായി കിടന്ന കുപ്പിച്ചില്ല് കാലിൽ തറച്ചത് പെട്ടെന്നായിരുന്നു. വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ പിടഞ്ഞുപോയി. രാവണൻ്റെ കയ്യിൽ നിന്നു രക്ഷപ്പെടാൻ വേണ്ടി കാലിൽ തറച്ച കുപ്പിച്ചില്ല് വകവെക്കാതെ മുറിക്ക് പുറത്തേക്ക് ഓടാൻ ആഞ്ഞപ്പോഴേക്കും അത് പിന്നെയും കാലിലേക്ക് ആഴ്ന്നിറങ്ങി. വീഴ്ച വീഴാൻ തുടങ്ങിയ എൻ്റെ കയ്യിൽ രാവണൻ്റെ പിടി വീണത് പെട്ടെന്നായിരുന്നു. എന്നെ ഇനിയും തല്ലല്ല അഭിയേട്ടാ. തിരിഞ്ഞു നിന്ന് ആ മുഖത്തേക്ക് നോക്കി ഞാൻ കണ്ണുനീർ വാർത്തു. ഞാൻ അറിയാതെ. വാക്കുകൾ അവൻ മുഴുവനാക്കാതെ ദേവുവിനെ നോക്കി. സദാ രൗദ്രഭാവം നിറഞ്ഞ ആ കണ്ണുകളിൽ സഹതാപം എന്ന് നിറയുന്ന പോലെ എനിക്ക് തോന്നി. ഇനി എൻ്റെ തോന്നൽ മാത്രമാകുമോ? ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ പെട്ടെന്ന് എന്നെ എടുത്തുയർത്തി. താഴേക്കിറങ്ങാൻ ഞാൻ കുതറി. പക്ഷേ കാരിരുമ്പ് തോറ്റുപോകുന്ന ആ കൈക്കരുത്തിൻ്റെ മുന്നിൽ എൻ്റെ എല്ലാ ശ്രമങ്ങളും വിഫലമായിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ ആ കണ്ണുകളുമായി എൻ്റെ കണ്ണുകൾ കോർത്തു. ഒരുതരം ഭയമാണ് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ. അഗ്നി പാടുന്ന കണ്ണുകൾ. ആ കണ്ണുകളെ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇന്ന് പതിവില്ലാത്ത മറ്റെന്തോ ആ കണ്ണുകളിൽ തെളിഞ്ഞു നിന്ന പോലെ. ആ കട്ടിമീശയ്ക്ക് താഴെയായി എന്നോ പുഞ്ചിരിക്കാൻ മറന്ന അതരങ്ങൾക്ക് എന്നോട് എന്തോ പറയാനുള്ള പോലെ. കറുപ്പ് ഒരു ഭംഗിയുള്ള നിറമായി തോന്നിയത് ആ അതരങ്ങൾക്ക് മീതെ ആ കറുത്ത മീശ കാണുമ്പോൾ മാത്രമാണ്. പതിയെ എന്നെ കട്ടിലിലേക്ക് ഇരുത്തി. അവൻ താഴെയായിട്ട് മുട്ടുകുത്തിയിരുന്നു. കാൽപാദം ആ നെഞ്ചിൽ ചേർത്ത് വെച്ചു. മാറിക്കിടന്ന ഷർട്ടിൻ്റെ വിടവിലൂടെ രാവണൻ്റെ നഗ്നമായ നെഞ്ചിൻ്റെ ചൂടിൽ എൻ്റെ കാൽപാദം പതിഞ്ഞു. ആ നെഞ്ചടിപ്പിൻ്റെ താളം എൻ്റെ കാൽവിരലുകളുടെ തുമ്പിൽ എന്നിൽ ഭയം വന്നു മൂടി. അവൻ്റെ കൈവിരലുകൾ പതിയെ ധാവണിയുടെ അറ്റം അല്പം പിടിച്ചുയർത്തി. ജനൽപ്പാളിയിലൂടെ ഓടിയെടുത്ത വെയിൽനാളങ്ങൾ കാലിലെ രോമങ്ങളിൽ തങ്ങി നിന്നു. പതിയെ അവൻ കാലിലെ ചില്ല് വലിച്ചൂരി.
വേദന കൊണ്ട് എൻ്റെ നീളൻ നഖങ്ങൾ രാവണൻ്റെ ചുമലിൽ ആഴ്ന്നിറങ്ങി. ചില്ലിനൊപ്പം കാലിലെ രക്തവും പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. കണ്ണുനീർ പെയ്തിറങ്ങി. കാലിലൂടെ എന്തോ ഒന്ന് മിന്നൽ വേഗത്തിൽ പ്രവഹിക്കുന്ന തോന്നലാണ് എന്നെ കണ്ണു തുറക്കാൻ പ്രേരിപ്പിച്ചത്. മുറിക്കു മീതെയായി പതിയെ ഊതിത്തരുന്ന രാവണൻ എന്നെ ഞെട്ടിച്ചു. എല്ലാവരെയും മുറിപ്പെടുത്തുന്നവൻ എൻ്റെ മുറിവ് ഉണക്കാൻ നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമല്ലാതെ മറ്റെന്ത് തോന്നണം. പതിയെ ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ തലപ്പ് കീറി ആൾ എൻ്റെ കാലുകൾ കെട്ടിത്തന്നു. വെളുത്ത് സ്വർണ്ണ രോമങ്ങളാൽ മൂടിയ കൈക്കുള്ളിൽ എൻ്റെ കറുത്തിരുണ്ട കാൽ കണ്ടപ്പോൾ എന്നിൽ എന്തോ അപകർഷതാബോധം നിറഞ്ഞു വന്നു. പതിയെ കാൽ നിലത്ത് വെച്ച് ഒരിക്കൽ കൂടെ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ തലഭാഗം കയ്യിൽ പിടിച്ചുയർത്തി അവൻ മുറിക്ക് പുറത്തിറങ്ങി. ദേവു അവൻ പോകുന്നത് നോക്കിയിരുന്നു. ഇന്നും അവൻ എൻ്റെ കുട്ടിയെ ഉപദ്രവിച്ചോ? സുഭദ്രമ്മയുടെ വാക്കുകളാണ് എൻ്റെ ചിന്തകളെ മുറിച്ചത്. പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുടച്ചു. കാൽ നിലം തൊട്ടപ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. എൻ്റെ മുഖത്തെ വേദന വായിച്ചറിഞ്ഞ പോലെ സുഭദ്രമ്മയുടെ മുഖവും വാടി. പതിയെ അവർ എനിക്കരികിൽ വന്നിരുന്ന് എൻ്റെ മുടിയിൽ വാത്സല്യപൂർവ്വം തഴുകി. മോളെ അവനെ ഉപദ്രവിച്ചതിന് അമ്മ മാപ്പ് ചോദിക്കുന്നു. മോൾ അഭിയെ ശപിക്കരുത്. സ്നേഹം കിട്ടിയിട്ടില്ല അവന്. അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് എല്ലാവരും അവനത് നിഷേധിച്ചു. അതുകൊണ്ടാണ് അവനിങ്ങനെ ഒരു ഒറ്റയാനായി തീർന്നത്. ആ മാതൃഹൃദയം തേങ്ങി. ദേവിൻ്റെ പക്കലും ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലായിരുന്നു. മൗനമായി കേട്ടിരുന്നു ആ സങ്കടം. കാലിലെ മുറിവ് കാര്യമാക്കാതെ അന്നത്തെ ജോലികളിൽ മുഴുകി. വൈകിട്ട് താൻ ചെന്നിട്ട് വേണം അച്ഛന് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കിടപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടു. ഓരോ ജോലികൾക്കിടയിലും രാവണൻ്റെ മുഖം മനസ്സിലേക്ക് ഓടിമറഞ്ഞു. ഭയമെന്നൊരു വികാരമല്ലാതെ മറ്റൊന്നും തോന്നിയിട്ടില്ല അവനോട്. പേടിയാണ് ആ മുഖം കാണുമ്പോൾ, ആ സ്വരം കേൾക്കുമ്പോൾ. അവൻ്റെ സാമീപ്യത്തിൽ പോലും എൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം ഉയർന്നു കേൾക്കാറുണ്ട്. പലപ്പോഴും രാവണൻ അടുത്ത് നിൽക്കുമ്പോൾ ആ നെഞ്ചിലും കഴുത്തിലും ഒക്കെയായി കണ്ണുകൾ പരതി നടക്കും. മുഖത്തേക്ക് നോക്കാൻ ഒരുതരം ഭയമാണ്. ഉള്ളിലൂടെ മിന്നൽ പിണർപ്പുകൾ പാഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അടുത്തുള്ള കുട്ടികൾ രാവണൻ്റെ ദേവി എന്ന് കളിയാക്കി വിളിക്കും. അത് കേൾക്കുന്നതും ദേഷ്യമാണ്. അല്ലെങ്കിലും വഴക്കു പറയാനാണെങ്കിലും രാവണൻ കൂടുതൽ സംസാരിക്കാറുള്ളത് എന്നോട് തന്നെ. പിന്നെ ആത്മമിത്രമായ ഹരിയേട്ടനോടും. ഹരിയേട്ടൻ എങ്ങനെ രാവണൻ്റെ ഉറ്റ സുഹൃത്തായി എന്ന് അത്ഭുതപ്പെട്ടിരുന്നു. ഹരിയേട്ടനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ വേറെ ഇല്ല എന്നടക്കം എല്ലാവരും പറയും. അച്ഛൻ പെങ്ങളുടെ മകനാണ് അഭിമന്യു എന്ന രാവണൻ, എൻ്റെ മുറിച്ചെടുക്കൻ എന്നൊക്കെ വേണമെങ്കിൽ ഒരു കനത്തിന് പറയാം. നാട്ടിലെ പെൺകുട്ടികൾ മുഴുവൻ അഭിമാനമായി കണ്ടിരുന്ന രാവണൻ്റെ മുറപ്പെണ്ണ് എന്ന പദവി എനിക്കൊരിക്കലും അലങ്കാരമായി തോന്നിയിട്ടില്ല. അഭിമന്യുവിൽ നിന്നും രാവണൻ എന്ന അസുരൻ്റെ പിറവിക്ക് എൻ്റെ അച്ഛനും ഒരു കാരണക്കാരനായിട്ടുണ്ട്. അപ്പച്ചി ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങി വന്നപ്പോൾ നഷ്ടപ്പെട്ടത് അച്ഛൻ്റെ അഭിമാനം കൂടെയായിരുന്നു. ആ നാട് കണ്ട ഏറ്റവും വലിയ പ്രമാണിയുടെ അന്തസ്സ്. അതിനുള്ള പക എന്ന രീതിയിൽ അച്ഛൻ ആ കുടുംബത്തെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരവസരം കിട്ടുമ്പോൾ എല്ലാം അവരെ കുത്തി നോവിച്ചു, തരം താഴ്ത്തി കെട്ടി. ആദ്യമെല്ലാം രാവണനോട് സഹതാപമായിരുന്നു. അച്ഛനറിയാതെ കൂട്ടുകൂടാൻ പോയിട്ടുണ്ട്. പക്ഷെ തിരിച്ചു കിട്ടിയത് അവഗണന മാത്രം. ഉച്ചക്ക് കൊണ്ടുപോയിരുന്ന ഭക്ഷണപ്പൊതിയിൽ നിന്നും എന്നും അവനൊരു പങ്ക് വെച്ച് നീട്ടിയിരുന്നു. അവനത് നിരസിച്ചിരുന്നു. ഒന്ന് നോക്കി പുഞ്ചിരിക്കുമ്പോൾ പോലും അവനത് പുച്ഛത്തോടെ അവഗണിക്കും. പക്ഷേ ഇരുനിറക്കാരിയായി എനിക്ക് അവൻ കൺമഷി എന്ന് വിളിപ്പേരിട്ടപ്പോൾ ആദ്യമായി എനിക്ക് അവനോട് ദേഷ്യം തോന്നി. കൂട്ടുകാരുമായി ആ പേര് വിളിച്ച് പരിഹസിച്ചപ്പോൾ ദേഷ്യം ഒരുതരം വാശിയായി. അവനോട് മിണ്ടാതെയായി. എങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ ആ പേര് പറഞ്ഞ് അവൻ എന്നെ പരിഹസിച്ചു കൊണ്ടിരുന്നു. അച്ഛൻ്റെ എല്ലാ ചെയ്തികൾക്കും ഉള്ള ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നത് ഈ ഗതിയില്ലാത്തവളാണ്. അച്ഛൻ്റെ തകർച്ചയും രാവണൻ്റെ ഉയർച്ചയും ഒരേ സമയം ഞാൻ നോക്കി കണ്ടു. പക്ഷേ അവൻ അസുരരൂപം പൂണ്ടത് അപ്പച്ചിയുടെ മരണശേഷമാണ്. മടുത്തപ്പോൾ അഭിയേട്ടൻ്റെ അച്ഛൻ കൊന്നതാണെന്നും ആത്മഹത്യയാണെന്നും ഒക്കെ ആളുകൾ പാടി നടന്നു. അതിനുശേഷം അഭിയേട്ടൻ്റെ അച്ഛൻ വിവാഹം ചെയ്തതാണ് സുഭദ്രമ്മയെ. പക്ഷേ അവർ ഒരു സാധു സ്ത്രീയായിരുന്നു. അഭിയേട്ടൻ്റെ അച്ഛൻ്റെ മരണശേഷം അവർ തീർത്തും ഒറ്റപ്പെട്ടു. അവൻ ഒരിക്കലും അവർക്കൊരമ്മമ്മയുടെ സ്ഥാനം കൊടുത്തിട്ടില്ല. പലപ്പോഴും വാക്കുകൾ കൊണ്ട് അവരെ അഭിയേട്ടൻ കുത്തി മുറിവേൽപ്പിക്കുന്നത് താൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ ചികിത്സയും കുടുംബ ചിലവും കൂടെ ആയപ്പോൾ ഞാൻ പാതി വഴിയിൽ പഠിത്തം ഉപേക്ഷിച്ചു. ചെറുതിലെ അമ്മ പോയതുകൊണ്ട് അച്ഛനും ഞാനും മാത്രമായിരുന്നു എല്ലാ കാലത്തും എൻ്റെ ലോകം. പല വീടുകളിലും ജോലിക്ക് പോയി തുടങ്ങി.
പലരുടെയും നോട്ടം എൻ്റെ പെൺമയിലേക്ക് നീണ്ടപ്പോൾ മനം മടുത്തുപോയി. ഒരിക്കൽ ജോലിക്ക് പോയിരുന്ന വീട്ടിലെ സാറിൻ്റെ കാരണം പുകച്ച് ഞാൻ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങി. അന്ന് സന്ധ്യക്ക് രാവണൻ വീട്ടിൽ വന്നു. നാളെ മുതൽ മേലേടത്ത് ജോലിക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഇനി വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞാൽ, അത്രയും പറഞ്ഞ് എനിക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ ഞാനത് മദ്യത്തിൻ്റെ പുറത്തായിരിക്കുമെന്ന് കരുതി. പക്ഷെ പിറ്റേന്ന് വഴിയിൽ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന രാവണനെ കണ്ട് ഞാൻ അതിശയിച്ചു പോയി. അന്ന് അല്പം ബലം പ്രയോഗിച്ചാണ് അവൻ എന്നെ കൊണ്ടുപോയത്. പിന്നീട് അത് ശീലമായി തുടങ്ങി. അവൻ്റെ കുത്തുവാക്കുകളും മറ്റും എന്നിൽ ദിനം പ്രതി വർഷിച്ചു കൊണ്ടിരുന്നു. പക്ഷെ അവൻ അടുത്തുള്ളപ്പോൾ എന്നിലെ സ്ത്രീ സുരക്ഷിതയായിരുന്നു. ഒരുത്തനും എന്നെ ചൂഴ്ന്നു നോക്കാൻ ധൈര്യം കാണിച്ചില്ല. ജോലികളെല്ലാം ഒതുക്കി തീർന്നപ്പോൾ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ഇടവപ്പാതി മണ്ണിനെ പുണരുന്നുണ്ടായിരുന്നു. പകുതി വഴിയിൽ എത്തിയപ്പോഴേക്കും മഴ ശക്തി പ്രാപിച്ചു. തുള്ളിക്കൊരു കുടം കണക്കെ അത് അന്തരീക്ഷത്തിൽ പുകമറ സൃഷ്ടിച്ചു. വഴിയിൽ കാലുകൾ മൂടാൻ തക്ക വെള്ളം നിറഞ്ഞു. വെള്ളം നനഞ്ഞ് കാലിലെ കെട്ട് പകുതി അഴിഞ്ഞു തുടങ്ങി. ദൂരെ നിന്നും ഒരു വെട്ടം കണ്ണിലേക്ക് അടിച്ചപ്പോഴാണ് ദേവു ഒന്ന് മുഖം തിരിച്ചു നോക്കിയത്. രാവണൻ ദേവുവിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ആകെ നനഞ്ഞു കുതിർന്നാണ് നിൽക്കുന്നത്. ഇട്ടിരിക്കുന്ന ഷർട്ട് ദേഹത്തോട് ചേർന്നിട്ടുണ്ട്. നീളം മുടി ഇഴകൾ ആകെ മുഖത്തേക്ക് തെന്നി വീണിട്ടുണ്ട്. അടുത്തേക്ക് അവൻ വരും തോറും എന്നിൽ ഭയം നിറഞ്ഞു വരുന്നു. വണ്ടിയിൽ കയറ്. അവൻ്റെ ആ ശബ്ദത്തിൽ ദേവു ഒന്ന് ഞെട്ടി. അത് അസുരൻ്റെ വാഹനമാണ്. ഇന്നേ വരെ അതിൽ ആരും കയറി കണ്ടിട്ടില്ല. അവിശ്വസനീയമായി രാവണനെ ഒന്ന് നോക്കി. വേറെ എവിടെയൊക്കെ നോക്കി ഇരിക്കുകയാണ്. കേട്ടത് ചിലപ്പോൾ തോന്നൽ മാത്രമാവാം എന്ന ചിന്തയിലാണ് ദേവു മുന്നോട്ട് നടന്നു തുടങ്ങിയത്. നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇരുട്ടിയില്ലേ? ഞാൻ കൊണ്ടുപോയി ആക്കാം. പുറകിൽ നിന്ന് പിന്നെയും ആ ശബ്ദം. ആ നാവ് കുഴയുന്നുണ്ടായിരുന്നു. മുഖം ദേഷ്യം കൊണ്ട് വരിഞ്ഞു മുറുകിയിരുന്നു. ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി. അവൻ്റെ ഗന്ധം എന്നിൽ മടുപ്പുളവാക്കി. മദ്യപിച്ചിട്ടുണ്ടെന്നത് വ്യക്തം. ശക്തമായ മഴ പെയ്തിട്ടും അവൻ വണ്ടി ഒതുക്കിയില്ല. അല്ലെങ്കിലും ചെറുപ്പം മുതൽ അവൻ അങ്ങനെയാണ്. എല്ലാത്തിനോടും ഒരു വാശി. ഇന്ന് പെരുമഴയോടെയാണ് എങ്കിൽ നാളെ അത് മറ്റെന്തിനോടെങ്കിലോ ആവും. മഴയുടെ തീവ്രത കൂടി. മുഖത്തേക്കടിക്കുന്ന മഴത്തുള്ളികളുടെ ശക്തി എന്നെ വേദനിപ്പിച്ചു തുടങ്ങി. ആകാശം ഇരുട്ട് കയറി. കാറ്റിൻ്റെ വേഗതയും മാനം സൃഷ്ടിച്ച കൊള്ളിയാനുകളും എൻ്റെ ഭയം ഇരട്ടിയാക്കി. പതിയെ അവൻ്റെ പിന്നിലായി ഞാൻ മുഖം ഒളിപ്പിച്ചു. കണ്ണുകൾ ഇറക്കി അടച്ച് ഞാൻ ഒന്നുകൂടെ രാവണനോട് ചേർന്നിരുന്നു. കുറച്ചു നേരത്തിന് ആർത്തളിച്ച് പെയ്യുന്ന മഴയോ ദിശ മാറി വരുന്ന കാറ്റോ എന്നെ ഭയപ്പെടുത്തിയില്ല. മുന്നിൽ രാവണനുള്ളപ്പോൾ ഈ ദേവി എന്നും സുരക്ഷിതയായിരുന്നു. വീടെത്തുന്നവരെ ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല. പടിപ്പുരക്കിപ്പുറം അവൻ വണ്ടി ഒതുക്കി. ഒരു പുഞ്ചിരിക്കോ നന്ദി പറച്ചിലിനോ മുതിരാതെ ഞാൻ മുന്നോട്ട് നടന്നു. കാലിലെ മുറിവിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഹേയ്! പുറകിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞെന്ന പോലെ തിരിഞ്ഞു നോക്കിയതും രാവണൻ എന്നെ എടുത്തുയർത്തിയതും പെട്ടെന്നായിരുന്നു. ഞാനൊരു കുഞ്ഞിനെ പോലെ ഒന്ന് എതിർക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ അങ്ങനെ കിടന്നുപോയി. ആ കണ്ണുകൾ മുഖത്താകമാനം ഓടി നടക്കുമ്പോഴും ഒരിക്കൽ പോലും എൻ്റെ നനഞ്ഞു കുതിർന്ന ശരീരത്തിലേക്ക് ചൂഴ്ന്നിറങ്ങിയില്ല. പടികൾ കയറുമ്പോൾ ആ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ നെറുകയിൽ വീണ മഴത്തുള്ളികൾ ആ വിരിഞ്ഞ നെറ്റിത്തടത്തിലൂടെ നാസികത്തുമ്പിലൂടെ ആഴ്ത്തരങ്ങളിൽ തട്ടി എൻ്റെ അതരങ്ങളിൽ പതിച്ചുകൊണ്ടിരുന്നു. ആ നീണ്ട മുടിയിൽ നിന്നും പതിച്ച തുള്ളികൾ എൻ്റെ കൺപീലിയിൽ തങ്ങി നിന്നു. ഓരോ വട്ടം കണ്ണുകൾ ഇടയുമ്പോഴും ഒരു കുഞ്ഞു മിന്നൽ പാഞ്ഞുകൊണ്ടിരുന്നു. ഉമ്മറത്തേക്ക് കയറി എന്നെ ആ ചാരുകസേരയിലേക്ക് ഇരുത്തി. എൻ്റെ കാൽക്കീഴിലായി അവനും. മുറിവ് പറ്റിയ കാൽ കയ്യിലെടുത്തുകൊണ്ട് അവൻ എന്നെ ഒന്ന് നോക്കി. എന്നിൽ ഭയം നിറഞ്ഞു. പതിയെ അവൻ മുറിയിൽ നിന്നും പകുതി അഴിഞ്ഞ കെട്ട് പല്ലുകൾ കൊണ്ട് വലിച്ചെടുത്തു. പതിയെ എൻ്റെ കാൽപാദത്തിനടിയിൽ അവൻ്റെ മീശത്തുമ്പ് കുസൃതി കാണിക്കുമ്പോൾ അവൻ എന്നെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാലിലെ കെട്ട് സ്വതന്ത്രമായപ്പോൾ അവൻ കുഞ്ഞുങ്ങളെപ്പോലെ എന്നെ നോക്കി ചിരിച്ചു. പെട്ടെന്ന് ആ കണ്ണുകൾ എൻ്റെ കവിളിൽ പതിഞ്ഞു. നേരത്തെ കിട്ടിയ തല്ലിൻ്റെ അടയാളം അവിടെ കരിനീലിച്ച് കിടക്കുന്നുണ്ട്. പതിയെ അവൻ്റെ വിരലുകൾ കവിളിൽ ഒന്ന് തൊട്ടു. ഒരു ചെറുനോവ് എൻ്റെ കവിളിൽ പടർന്നു. വേദനിച്ചിട്ടെന്ന പോലെ ഞാൻ മുഖം വെട്ടിച്ചു. അവൻ്റെ വിരൽത്തുമ്പുകൾ എൻ്റെ പിൻകഴുത്തിലേക്ക് നീങ്ങി. എന്നെ ഒന്ന് ചേർത്തിരുത്തി. രാവണനെ ഇത്ര അടുത്ത് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. അവൻ്റെ വില്ല് പോലെ വളഞ്ഞ പുരികക്കൊടികൾക്ക് കീഴെയായി കാണുന്ന കണ്ണുകളിൽ ഞാൻ നിറഞ്ഞു നിന്നു. വേദനിച്ചോ നിനക്ക്? അവനത് ചോദിക്കുമ്പോൾ അവൻ്റെ ശ്വാസഗതി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പതിയെ അവൻ്റെ കൈ തട്ടി അകറ്റി. കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങൾ മനസ്സിനേൽപ്പിക്കുന്ന മുറിവിനോളം നൊന്തില്ല. എൻ്റെ ചുണ്ടൊന്നു കൂടി പുച്ഛം കൊണ്ട്. ഒരു മറുപടിക്ക് വേണ്ടി കാത്തുനിന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി അവനൊന്ന് ചിരിച്ചു. എന്തിനെന്നറിയാതെ.
പതിയെ എൻ്റെ മടിത്തട്ടിലേക്ക് തല ചായ്ച്ചു. ഞാൻ കുതറി നോക്കി. അവൻ്റെ കൈകളുടെ മുറുക്കം കൂടി. എതിർപ്പുകൾ ആ കുരുക്കിൽ അകപ്പെട്ടുപോയി, അലിഞ്ഞില്ലാതെയായി. പതിയെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കൈകൾ അയഞ്ഞു. സദാ രൗദ്രം തോന്നിപ്പിക്കുന്ന ആ മുഖം ഇപ്പോൾ കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമാണ്. അല്പനേരം മിണ്ടാതെ, ഇമകൾ വെട്ടാതെ കൗതുകത്തോടെ അവനെ നോക്കിയിരുന്നു. ഒരു നാട് മുഴുവൻ വിറപ്പിക്കുന്ന ചട്ടമ്പിയാണ് തൻ്റെ മടിയിൽ തല ചായ്ച്ച് ഉറങ്ങുന്നത് എന്ന സത്യം അവളിൽ ചിരി പടർത്തി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ദേവു പതിയെ അവനെ മടിയിൽ നിന്നും അടർത്തി മാറ്റി. തിരിച്ച് അവനെ ചാരുകസേരയിലേക്ക് കിടത്തി. ശാന്തമായി ഉറങ്ങുകയാണവൻ. എൻ്റെ കണ്ണുകൾ അവൻ്റെ വിരിഞ്ഞ നെറ്റിത്തടങ്ങളിൽ പതിഞ്ഞു കിടക്കുന്ന മുടിയിഴകളിലായിരുന്നു. ആ നീളൻ കൺപീലികളിൽ തങ്ങി നിന്ന മഴത്തുള്ളികൾ ഞാൻ എൻ്റെ ചെറുവിരൽ തുമ്പുകൊണ്ട് ഒപ്പിയെടുത്തു. പതിയെ എൻ്റെ കണ്ണുകൾ ആ മീശയിൽ എത്തി നിന്നു. ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ആ പൗരുഷം വിളിച്ചോതുന്ന മീശത്തുമ്പിൽ ഒന്ന് തൊടുക എന്നുള്ളത്. പതിയെ അവൻ്റെ കാലിനോട് ചേർന്നിരുന്നു. അതിലൊന്ന് തൊട്ടു. അതേ വേഗത്തിൽ കൈകൾ പിൻവലിച്ചു. പിന്നെയും അത് തന്നെ ആവർത്തിച്ചു. ദേവു ചിരി അടക്കാൻ കഴിയാതെ പൊട്ടി പൊട്ടി ചിരിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം. മേഘങ്ങൾ തുള്ളി പൊഴിച്ചും മരങ്ങൾ ഇല പൊഴിച്ചും മന്ദമാരുതൻ അവരെ ഇരുവരെയും തഴുകിയും അവളുടെ കുസൃതിക്ക് കൂട്ടുനിന്നു. അവനെ ഉമ്മറത്തിരുത്തി അകത്തേക്ക് മറയുമ്പോൾ ദേവു അവനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്നു. എന്തോ ഒന്ന് അവിടെ പിടിച്ചിരുത്തും പോലെ. അവനോട് ഇതുവരെയുള്ള ഭയം മാറി വേറെ എന്തോ തന്നിൽ നിറയുന്ന പോലെ. എന്താണത് അറിയില്ല. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അച്ഛന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും ശ്രദ്ധ മുഴുവൻ ഉമ്മറത്തിരിക്കുന്നവനിലായിരുന്നു. അന്നേരം മനസ്സ് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പോലെ, ഇതുവരെ അറിയാത്ത, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു അനുഭവം. പതിയെ ഉമ്മറത്തേക്ക് പോയി അവനെ തട്ടി വിളിച്ചു. ഇനിയും ഇവിടെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ. ഒറ്റയാൻ ചെരിഞ്ഞ് തന്നെ കിടപ്പുണ്ട്. കല്ലു ചിരിയടക്കി. അവൻ പതിയെ കണ്ണു തുറന്നു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കിയിരുന്നു. പെട്ടെന്ന് സ്ഥലകാല ബോധം വന്ന പോലെ ചാടി എഴുന്നേറ്റു. മദ്യലഹരിയിൽ ആ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. രാവണൻ്റെ കാലുകൾ ഒന്ന് പതറിയ നിമിഷത്തിൽ മറുവശം ചേർന്ന് ഞാൻ അവനെ പിടിച്ചിരുത്തി. തൊട്ടുപോകരുതെന്നെ. അവൻ എനിക്ക് നേരെ ചീറി. കനലായിരുന്നു ആ കണ്ണുകളിൽ. പെട്ടെന്ന് വീണ്ടെടുത്ത അവൻ്റെ രാവണവേഷം എന്നെ ഭയപ്പെടുത്തി. പിന്നെയും അവൻ വീഴാനാഞ്ഞപ്പോൾ യാന്ത്രികമായി എൻ്റെ കൈകൾ അവനെ താങ്ങി. അവൻ കൈതട്ടി മാറ്റി പിന്നെയും മാറി നിന്നു. ഞാൻ പോകുന്നു, അവൻ പതിയെ പറഞ്ഞു. തിരിച്ചെന്ത് മറുപടി പറയുമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? മുറ്റത്തേക്ക് ഇറങ്ങാതെ നിന്ന് താളം ചവിട്ടുന്നവനെ നോക്കി ദേവു ചോദിച്ചു. എന്തു പറയാൻ? ഇനിയും ഞാൻ എങ്ങനെയാ പറയേണ്ടത്? നിന്നോടുള്ള എൻ്റെ പകുതി വഴിയിൽ വാക്കുകൾ വിഴുങ്ങി അവൻ പുച്ഛത്തോടെ എന്നെ ഒന്ന് നോക്കി. അവൻ്റെ അധരങ്ങൾ ഒന്ന് വിറച്ചു. അവൻ്റെ വണ്ടിയുടെ വെളിച്ചം കണ്ണിൽ നിന്നും മായും വരെ അവൻ പകുതിയിട്ട് പോയ വാക്കുകളുടെ അർത്ഥം തേടുകയായിരുന്നു ദേവു. രാത്രി ഏറെ വൈകിട്ടാണ് കിടക്കാൻ ഒരുങ്ങിയത്. എന്നിട്ടും അവൻ്റെ മുഖമാണ് മനസ്സിൽ. ജനലിലൂടെ ഓടിയെടുത്ത പ്രകാശകിരണങ്ങളാൽ കണ്ണു തുറക്കുമ്പോഴും ആ മുഖം തന്നെയായിരുന്നു മനസ്സിൽ. പതിയെ അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടി കണ്ണാടിയുടെ മുന്നിലേക്ക് നിന്നു. ഇന്നലത്തെ തല്ലിൻ്റെ അടയാളം മുഖത്ത് കരിനീലിച്ച് കിടക്കുന്നുണ്ട്. നിറം കുറവായതുകൊണ്ട് അറിയുന്നില്ല. ഇരുനിറക്കാരി ആയതുകൊണ്ട് ആദ്യമായി അഭിമാനം തോന്നിയ നിമിഷം. പണികൾ ഓരോന്നായി തീർത്തു. അച്ഛന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇനി അത്യാവശ്യം വേണ്ടതൊക്കെ അപ്പുറത്തെ നാണിത്തള്ള ചെയ്തു കൊടുക്കും. അതിനൊരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. അവരാണിപ്പോൾ ഏക ആശ്രയം. മേലെടുത്ത ജോലി ഒഴിവാക്കാനും പറ്റില്ല. അച്ഛൻ്റെ ചികിത്സയും ആഹാരവും ഒക്കെ കൃത്യം നടന്നു പോകുന്നത് അതുകൊണ്ടാണ്. മേലെടുത്ത് എത്തിയപാടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ഉമ്മറത്തെ തൂണിൽ പിടിച്ച് തിണ്ണയിലേക്ക് കയറി നിന്നു. പതിയെ കയ്യിൽ കരുതിയ അരിമണികൾ നീട്ടിപ്പിടിച്ചു. അധരങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് ഞാൻ ശബ്ദമുണ്ടാക്കി. ഉമ്മറത്തെ കേടായ ഫാനിന് അരികിലായി കൂടുകൂട്ടിയ ഒരു അമ്മക്കിളി പതിയെ താഴോട്ട് ഇറങ്ങി വന്നു. എൻ്റെ കയ്യിൽ ഒരു വശം ചേർന്ന് അത് അരിമണികൾ കുത്തി തിന്നുകൊണ്ടിരുന്നു. അതിൻ്റെ കൂർത്ത ചുണ്ടുകൾ ദേവുവിനെ ഇടയ്ക്ക് വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. ചില മനുഷ്യർ തരുന്ന വേദനയോളം വരില്ല എന്ന് ദേവുവിൻ്റെ മനം ഒഴിഞ്ഞു. പതിയെ ഞാൻ കൂട്ടിലേക്കൊന്ന് പാളി നോക്കി. 1, 2. ഞാൻ കുഞ്ഞു മുട്ടകളുടെ എണ്ണം പിടിച്ചു. അവയൊന്ന് മുട്ട വിരിയിച്ച് വരുന്നത് കാണാൻ അമ്മക്കിളിയെ പോലെ ദേവുവും ആഗ്രഹിച്ചു പോയി. കുഞ്ഞുകിളി നാരുകൾ കമ്പുകൾ കൊണ്ട് കൂടൊരുക്കുന്ന അന്ന് തൊട്ട് തുടങ്ങിയതാണ് താനും കാത്തിരിക്കൽ. രാവണൻ്റെ ചിറകിനടിയിൽ സംരക്ഷണം കണ്ടെത്തുന്ന ആ 2 പേർ, ഞാനും ആ അമ്മ പക്ഷിയും. പതിയെ അടുക്കളയിലേക്ക് കയറി. ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ എന്നെ ശക്തമായി പുറകെ നിന്ന് ഇറുകെ പുണർന്നത്. സകല ശക്തിയും എടുത്ത് കുതറി തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിലായി കണ്ണേട്ടൻ ആളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ
ആൾ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. എന്തായി നിന്റെ തീരുമാനം? കൈകൾ കൂട്ടിക്കെട്ടി എൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് കണ്ണേറ്റൻ അത് ചോദിക്കവേ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എൻ്റേതായ ജോലികളിലേക്ക് മുഴുകി. കണ്ണേറ്റം പൊയ്ക്കോളൂ, പിന്നെ സംസാരിക്കാം, അത്രമാത്രം പറഞ്ഞു. പെട്ടെന്നാണ് ആളെന്നെ തിരിച്ചു നിർത്തിയത്. പതിയെ ചൂണ്ടുവിരൽ കൊണ്ട് താഴ്ന്നുപോയ എൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്ത് പറ്റി? നിനക്ക് എന്നോട് ഒട്ടും ഇഷ്ടം തോന്നുന്നില്ലേ? അവൻ്റെ വാക്കുകളിൽ അവളുടെ കണ്ണൊന്ന് കലങ്ങി. എന്തു പറയണമെന്നറിയാതെ അങ്ങനെ നിന്നുപോയി. എത്രയോ വട്ടം കണ്ണേറ്റനോട് അങ്ങനെയൊന്നും താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും പിന്നെയും ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് കാരണം പറഞ്ഞ് ഞാൻ ഇത് തിരസ്കരിക്കണം? ദേവിക! പെട്ടെന്ന് ആ വിളി കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങൾ പരസ്പരം പെട്ടെന്ന് അകന്നു നിന്നു. മുന്നിൽ രാവണൻ. രാവണൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. ആ കണ്ണുകളിൽ എനിക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയും വിധം ഒരു സ്വാർത്ഥത ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. രാവണൻ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ എന്തോ കുറ്റം ചെയ്ത പോലെ തലയും താഴ്ത്തി നിന്നു. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഞാൻ എൻ്റെ ധാവണിത്തുമ്പിൽ വിരലും ചുറ്റി നിന്നു. എന്തിനാടാ കിടന്ന് അലറുന്നത്? നിനക്ക് മര്യാദക്ക് സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടെ? കണ്ണേട്ടൻ്റെ മുഖത്ത് അനിഷ്ടം പ്രകടമായിരുന്നു. രാവണൻ കണ്ണേട്ടൻ്റെ മറുപടി കൊടുക്കാതെ മുഖം വെട്ടിച്ച് കളഞ്ഞു. എനിക്ക് കുറച്ച് വെള്ളം വേണം, അത്രയും പറഞ്ഞ് രാവണൻ അടുക്കള വിട്ടിറങ്ങി. വേഗം ഒരു കപ്പിലേക്ക് അല്പം വെള്ളവും പകർന്നു പോവാനൊരുങ്ങിയ എൻ്റെ മുന്നിലേക്ക് പിന്നെയും കണ്ണേട്ടൻ തടസ്സം സൃഷ്ടിച്ച് കയറി നിന്നു. കണ്ണേട്ട, എനിക്ക് പോകണം, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ കെഞ്ചി. ദേവു, ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നതായിട്ടാണ് കുട്ടി നിനക്ക് തോന്നിയേക്കുന്നത്. വിവാഹം ചെയ്ത് കൂടെ കൂട്ടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ ചതിക്കാനല്ല. കണ്ണൻ്റെ നെറ്റി ചുളഞ്ഞു. കണ്ണേട്ടനോടൊരു വാക്ക് തർക്കത്തിന് മുതിരാതെ ഞാൻ പതിയെ അദ്ദേഹത്തെ മറികടന്ന് മുന്നോട്ട് നടന്നു. അഭിമന്യുവിൻ്റെ ആജന്മ ശത്രുവാണ് കണ്ണേട്ടൻ. വാശിയിലും ദേഷ്യത്തിലും അഭിയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകൃതം. സുഭദ്രമ്മയുടെ ആദ്യത്തെ വിവാഹത്തിലുള്ള മകൻ. ആദ്യ ഭർത്താവ് മരിച്ചപ്പോൾ പട്ടിണിയും പരിവട്ടവുമായപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊരു സാഹചര്യം എത്തിയപ്പോഴാണ് സുഭദ്രമ്മ അഭിമന്യുവിൻ്റെ രണ്ടാനമ്മയായത്. മേലേടത്തെ വിശ്വനാഥൻ എന്ന രാവണൻ്റെ അച്ഛൻ്റെ ഭാര്യയായത്. പട്ടിണിയും പരിവട്ടവും മാത്രമായ കാലത്ത് തൻ്റെ മകനെ അതിൽ നിന്നും സംരക്ഷിക്കാൻ ആ അമ്മക്ക് കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു ആ വിവാഹബന്ധം. പക്ഷേ ആ വിവാഹബന്ധത്തോടെ കണ്ണേട്ടൻ ആ അമ്മയിൽ നിന്നും അകന്നു. വല്ലപ്പോഴും അവരെ പേരിന് വന്ന് കാണും, ഒന്നും സംസാരിക്കില്ല. അമ്മ ചോദിക്കുന്നതിന് ചിലപ്പോൾ മൂളും, ചിലപ്പോൾ അതുപോലും ചെയ്യില്ല. ഒരിക്കൽ കണ്ണേട്ടനും അഭിമന്യുവും കൂടെ നടന്ന വാക്ക് തർക്കത്തിനിടെ രാവണൻ്റെ നിയന്ത്രണം തെറ്റി. ജീവിതത്തിൽ ആദ്യമായി രാവണൻ്റെ വിശ്വരൂപം കണ്ട ദിവസമായിരുന്നു അന്ന്. തുടർച്ചയായി അഭിമന്യുവിൻ്റെ കൈകൾ കണ്ണേട്ടൻ്റെ കവിളിൽ പതിഞ്ഞു. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര വന്ന് കണ്ണേട്ടൻ മണ്ണിൽ ഇരുന്ന് കിതച്ചു. സുഭദ്രമ്മ കാലു പിടിച്ച് കരഞ്ഞപ്പോഴാണ് അഭിമന്യു ഒന്ന് അയഞ്ഞത്. മുകളിലെ മുറിയിൽ കയറുന്തോറും ദേവുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. കുറച്ചു മുന്നേ ഞാൻ കണ്ടതാണല്ലോ അഭിയേട്ടൻ്റെ മുഖം ഈ ദേഷ്യം കൊണ്ട് വിറക്കുന്നത്. ഒരു ഉൾക്കിടലത്തോടെ അവൾ ഓർത്തു. അല്ലെങ്കിലും നല്ലതൊന്നും എനിക്ക് അവനിൽ നിന്നും പ്രതീക്ഷിക്കാനില്ലല്ലോ. മുറിയുടെ വാതിലിനോട് ചേർന്ന് അല്പം നേരം ആ നിൽപ്പ് തുടർന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് മുറിയിലെ വാതിൽ തുറന്നു. ജനലിലൂടെ പുറത്തെ കാഴ്ചയിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുകയാണ് അഭിമന്യു. ഞാൻ വെള്ളം മേശപ്പുറത്തേക്ക് വെച്ച് തിരിഞ്ഞപ്പോൾ ആൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. വിരിഞ്ഞ നെറ്റിത്തടവും അതിലേക്ക് ഇടയ്ക്കിടെ ചാഞ്ഞ് കൺപീലികളെ പുൽക്കുന്ന നീണ്ട മുടിയിഴകളും വളഞ്ഞ പുരിക കൊടികൾക്ക് താഴെയായി അവൻ്റെ ദേഷ്യത്തിൻ്റെ അളവുകോൽ എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ കണ്ണുകളും നീണ്ട് ചെറുവളവോടു കൂടിയ നാസികത്തുമ്പിന് കീഴെയായി ഉള്ള മീശയും മുഖം കവർന്നെടുത്ത താടിയും അവനെ വ്യത്യസ്തനാക്കിയിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവേ കയ്യിൽ ഒരു പിടുത്തം വീണിരുന്നു. പെട്ടെന്ന് ആ കൈകൾ എന്നെ വരിഞ്ഞു മുറുക്കി എന്നെ ചേർത്ത് നിർത്തി. എൻ്റെ നെഞ്ചിടിപ്പിൻ്റെ വേഗതയേറി. എൻ്റെ മുടിയിഴകൾ കാറ്റിൽ അവൻ്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും വമിക്കുന്ന കൃഷ്ണ തുളസിയുടെ ഗന്ധം അവൻ ആസ്വദിക്കുന്ന പോലെ. രക്ഷപ്പെടാൻ പല വഴികൾ നോക്കി തുടങ്ങി. പക്ഷെ അവൻ പിടിവിട്ടില്ല. അവസാനം കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തു തുടങ്ങി. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? കണ്ണൻ നേരത്തെ ചേർത്ത് പിടിച്ചപ്പോൾ നിനക്ക് ഈ പൊള്ളലും സങ്കടവും ഒന്നും കണ്ടില്ലല്ലോ. എന്നിലെ പെണ്ണ് ബലഹീനയായിരുന്നു. ദേഹത്ത് തൊട്ടവരെയും ചൂർന്നു നോക്കിയവരെയും ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ രാവണൻ അടുത്ത് നിൽക്കുമ്പോൾ മാത്രം അകറ്റാൻ പറ്റുന്നില്ല. പലപ്പോഴും അവന് മുന്നിൽ പതറിപ്പോകുന്നു. കണ്ണുനീർ നിർത്താതെ പെയ്തു തുടങ്ങിയപ്പോൾ അവൻ കൈകൾ അയച്ചു. ഞാൻ പിന്തിരിഞ്ഞ് നടന്നു. ഇങ്ങനെ ഒരു പാഴ്ജന്മം. ഞാൻ സ്വയം എന്നെ തന്നെ കുറ്റപ്പെടുത്തി. രാവണൻ്റെ ദേഷ്യം തീർക്കാൻ മാത്രം ഒരു കളിപ്പാവ കണക്കെ ഞാൻ. അടുക്കളയോട് ചേർന്നുള്ള ഇരുട്ടും മുറിയിൽ ഞാൻ മുട്ടിലേക്ക് തലവച്ച് ഇരുന്നു. ഉറക്കെ ഏങ്ങലടിച്ച് കരഞ്ഞു. 4 ചുമരുകൾക്കിടയിൽ എൻ്റെ തേങ്ങലുകൾ മുങ്ങിപ്പോയി. കരഞ്ഞു തീർന്ന് കണ്ണുനീർ പോലും പുറത്തു വരാൻ വിസമ്മതിച്ചപ്പോൾ പുറത്തേക്കിറങ്ങി. ഉമ്മറത്ത് എന്തോ ശബ്ദം കേട്ടപ്പോൾ മുഖം ഒന്ന് കഴുകി അങ്ങോട്ട് ചെന്നു.
കിളിക്കൂടിന് താഴെയായി രാവണ ഇരിപ്പുണ്ട്. അവിടെയാകെ സിഗരറ്റിൻ്റെ ഗന്ധം പടർന്നിട്ടുണ്ട്. പതിയെ അവന് മുന്നിൽ പോയി നിന്നു. വീണുടഞ്ഞ് വിരിയാൻ മറന്ന അമ്മക്കിളിയുടെ മുട്ടകൾ താഴെ വീണ് കിടപ്പുണ്ട്. അതിനു മുന്നിലായി അഭിമന്യു ഇരിപ്പുണ്ട്. കൂടും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അവശേഷിക്കുന്ന കൂടിനു ചുറ്റും ശബ്ദമുണ്ടാക്കി പറക്കുന്ന അമ്മക്കിളി എന്നിൽ ഒരേ അളവിൽ നോവും ദേഷ്യവും നിറച്ചു. ആ മിണ്ടാപ്രാണിയുടെ സങ്കടം എൻ്റെ ഉള്ളിൽ വീണു പൊള്ളിക്കൊണ്ടിരുന്നു. അവളെപ്പോലെ ഞാനും കാത്തിരുന്നിട്ടുണ്ട് ആ കിളിക്കുഞ്ഞുങ്ങൾ തൊണ്ടു പൊളിച്ച് പുറത്തു വരുന്നത് കാണാൻ. എപ്പോഴും ദുഃഖം മാത്രമുള്ള ഒരുവൾക്കും ദൈവം തന്ന കുഞ്ഞി സന്തോഷം, അതും കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. മുഖമുയർത്തി രാവണൻ എന്നെ നോക്കി. പതിയെ എഴുന്നേറ്റു. എൻ്റെ കനൽ ഞാൻ ഉള്ളിൽ ഒളിപ്പിക്കുമ്പോഴേക്കും നാവ് ചതിച്ചു. എന്നെ ഉപദ്രവിച്ച് മതിയാവായിട്ടാണോ ഇപ്പോൾ മിണ്ടാപ്രാണികളെയും ഉപദ്രവിച്ചു തുടങ്ങിയത്? വാക്കുകൾ മുറിഞ്ഞു. എൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിലേക്ക് കനൽ വാരിയെറിഞ്ഞു. ഇതുവരെ എന്നിൽ കാണാത്ത ഭാവം ആയതുകൊണ്ടാവാം അവൻ ഇമ ചിമ്മാതെ എന്നെ നോക്കി നിന്നത്. കുറച്ച് നിമിഷത്തിനു ശേഷം സ്വബോധം വീണ്ടെടുത്ത പോലെ അവൻ മുഖം ഒന്ന് വെട്ടിച്ചു. പുച്ഛത്തിൽ കലർന്ന ഒരു ചിരി എനിക്ക് നേരെ തൊടുത്തുവിട്ടു. വിരലുകൾക്കിടയിൽ ഇരുന്ന് എരിയുന്ന സിഗരറ്റിൻ്റെ അവസാന പുക കൂടെ ഊറ്റിയെടുത്ത് അവൻ അത് എൻ്റെ മുഖത്തേക്ക് ഊതി. ഞാൻ ഒരു ഭാഗത്തേക്ക് മുഖം വെട്ടിച്ചു കളഞ്ഞു. ഉള്ളിൽ കിടക്കുന്ന പുകഞ്ഞ് ഒടുങ്ങാത്ത കനലുകൾ ചേർന്ന് ഒരു അഗ്നിയായി മാറാൻ അത് ധാരാളമായിരുന്നു. എൻ്റെ കൈ ഞൊടിയിടയിൽ രാവണൻ്റെ കവിളിൽ പതിഞ്ഞു. പുറത്ത് മഴ ആർത്തലച്ചു പെയ്തു. ഇടിയും മിന്നലും കൊണ്ട് ഒരു തരം ഭയാനകമായ അന്തരീക്ഷം. കാറ്റിൻ്റെ വേഗതയിൽ മരങ്ങൾ നിലം തൊടാതെ കണക്കെ കിടന്ന് ആടിക്കൊണ്ടിരുന്നു. ഒരു പക്ഷേ രാവണന് ആദ്യമായി കിട്ടുന്ന പ്രഹരം. ഞാൻ ദേഷ്യമടങ്ങാത്ത പോലെ നിന്ന് കിതച്ചു. അടികൊണ്ട കവളിൽ കൈവച്ച് അവൻ എനിക്ക് അഭിമുഖമായി തന്നെ നിന്നു. ഒരു അമ്മയുടെ സ്നേഹമോ സംരക്ഷണമോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ദൈവം മനഃപൂർവ്വം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ തട്ടിത്തെറിപ്പിച്ചതാവാം. പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അസുരനിൽ നിന്നും നിങ്ങളെ ഒരു മനുഷ്യനാക്കി തീർക്കാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ ഇത്രയേറെ ഉപദ്രവിച്ചിട്ടും നോട്ടം കൊണ്ട് പോലും നിങ്ങളെ ഞാൻ ശപിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് ക്രൂരനാണ്! ഒന്നിനോടൊരു തരി സഹതാപമോ ഇഷ്ടമോ ഒന്നുമില്ലാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഭൂമിക്ക് ഭാരമായി ഇങ്ങനെ ജീവിക്കുന്നത്? ദേവുവിൻ്റെ വാക്കുകൾക്ക് മൂർച്ചയേറി. വാക്കുകൾ തൊണ്ടക്കുഴിയിൽ തങ്ങി നിന്നു. മറുത്തൊരക്ഷരം പറയാതെ അവൻ തിരിഞ്ഞു നടന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? ദേവു സ്വയം ചോദിച്ചു. ചെറുപ്പം മുതലേ അങ്ങനെയാണ്. മിണ്ടാപ്രാണികളെ ആരും ഉപദ്രവിക്കുന്നത് കണ്ടാലും സഹിക്കില്ല. മനുഷ്യന് വേദനിച്ച പറയാൻ കഴിയും. ഇതുങ്ങൾ ആരോട് പറയാനാണ്? പതിയെ കൈകൾ നീട്ടി ഞാൻ ചുണ്ട് ചലിപ്പിച്ചു. അമ്മക്കിളി എൻ്റെ കയ്യിൽ ഓരം ചേർന്നിരുന്നു. തോളിൽ ആരുടെയോ കൈകൾ പതിഞ്ഞപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധമുണ്ടായത്. ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി. മുന്നിൽ കണ്ണേറ്റനെ കണ്ടപ്പോൾ മുഖം വെട്ടിച്ച് കളഞ്ഞു. ദേവു കിളിക്കൂടും നോക്കുന്നതിനിടയിൽ കാലൊന്ന് തെറ്റി. നേരെ ചെന്ന് പിടിച്ചത് കിളിക്കൂടിലാണ്. അപ്പോൾ പറ്റിയതായത്. നീ ഇതൊന്ന് വൃത്തിയാക്കിയേക്ക് കേട്ടോ. അത്രയും കണ്ണേറ്റം പറഞ്ഞു തീർന്നപ്പോഴേക്കും എന്നിലൊരു തണുപ്പ് വന്നു മൂടി. ആകെ ഒരു മരവിപ്പ് മാത്രം. ഹൃദയമൊട്ടാകെ രാവണൻ്റെ മുഖം വന്നു മൂടി. നേരത്തെ എൻ്റെ മുന്നിൽ തലകുമ്പിട്ട് നിന്നത് ഒരു നാട് മുഴുവൻ അസുരൻ എന്ന് വിളിക്കുന്ന ഒരുവനാണ്. അതിലുമേറെ എന്നെ തളർത്തിയത് അവനെ ഞാൻ കുത്തി നോവിച്ച വാക്കുകളാണ്. കുഞ്ഞിലെ മുതൽ ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നവൻ, കുത്തുവാക്കുകളും പേടി ജീവിച്ചവൻ. അവനെ ഞാൻ പിന്നെയും കുത്തി നോവിച്ചില്ലേ? ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകുമോ? എനിക്ക് സങ്കടം തോന്നി. പതിയെ അഭിയേട്ടൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. ഉള്ളിലെ ഭയം മറച്ചു വെച്ച് മുറിയിലേക്ക് കയറി. കട്ടിലേക്ക് കിടക്കുന്നുണ്ട് രാവണൻ. ഒരു കൈ കണ്ണുകളെ മറച്ചു കുറുകെ വെച്ചിട്ടുണ്ട്. പതിയെ ഞാൻ ആ കവിളിൽ ഒന്ന് തലോടി. എൻ്റെ കയ്യിലെ തണുപ്പ് അവൻ്റെ കവിളിൽ പതിഞ്ഞപ്പോൾ അവൻ കൈ മാറ്റി കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. വാശി പിടിച്ച് മാറിയിരിക്കുന്ന കുഞ്ഞിനെ പോലെ അവൻ എൻ്റെ കൈ തട്ടി മാറ്റി മറുവശം ചെരിഞ്ഞു കിടന്നു. എനിക്ക് പെട്ടെന്ന് ചിരി വന്നുപോയി. ഇങ്ങനെയുള്ള ഭാവങ്ങളും ഇയാൾക്കുണ്ടോ എന്ന് കളിയാക്കാൻ തോന്നി. പതിയെ അല്പം ബലമായി തന്നെ അവനെ തിരിച്ചു കിടത്തി. എൻ്റെ കവിൾ അവൻ്റെ കവിളിലേക്ക് ചേർത്ത് വെച്ചു. അഴിഞ്ഞുലഞ്ഞ എൻ്റെ മുടി അവൻ്റെ നെഞ്ചിൽ പരന്നു കിടന്നു. പതിയെ കവിളിൽ കവിൾ ചേർത്ത് ഞാൻ കൊടുത്ത വേദന മായ്ച്ചു തുടങ്ങുമ്പോൾ അവൻ്റെ നിശ്വാസം പോലും എന്നെ തേടി വരുന്നില്ലായിരുന്നു. അല്ലെങ്കിലും അവൻ രാവണനാണല്ലോ. എന്തും ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും പെണ്ണിൻ്റെ മാനത്തിന് വിലയിടാത്ത രാവണൻ. പതിയെ അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അഴിഞ്ഞുലഞ്ഞ മുടി അവൻ്റെ നെഞ്ചിൽ തഴുകി എന്നോടൊപ്പം വന്ന് നിന്നു. കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് രാവണൻ. പതിയെ അവൻ കണ്ണുകൾ ഉയർത്തി എന്നെ ആശ്ചര്യത്തോടെ ഒന്ന് നോക്കി.
ചെയ്തു പോയ അബദ്ധത്തെക്കുറിച്ച് അപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്. ഉള്ളിൽ ഭയം നിറഞ്ഞപ്പോൾ പിടഞ്ഞെഴുന്നേറ്റ് ഓടാൻ നോക്കി. അപ്പോഴേക്കും രാവണൻ്റെ കൈ എൻ്റെ വലത്തെ കൈയിൽ പിടുത്തമിട്ടിരുന്നു. പിന്നെയും കുതറിയപ്പോൾ അവൻ എന്നെ അടക്കി പിടിച്ചു. അവൻ്റെ നീണ്ട മുടിയിഴകൾ എൻ്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. ആ നെഞ്ചിലെ ചൂട് എൻ്റെ ശരീരം ഏറ്റുവാങ്ങുന്നുണ്ടായിരുന്നു. അതിലുമെല്ലാം അസഹനീയമായി തോന്നിയത് എൻ്റെ മുഖമൊട്ടാകെ പരതുന്ന ആ നീലമിഴികളാണ്. അബിയേട്ടാ, വീട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ മുഖം തിരിച്ചു ചോദിച്ചു തുടങ്ങി. അപ്പോൾ നീ നേരത്തെ കാണിച്ചതിന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? ആ ചോദ്യം എന്നിൽ ഞെട്ടൽ ഉളവാക്കി. അത് ഞാൻ തല്ലിയതുകൊണ്ട്. അവൾ അബിയുടെ കണ്ണുകളിലേക്ക് നോക്കി വെക്കി. അതിന് ക്ഷമ ചോദിച്ചാൽ പോരായിരുന്നോ? അവൻ്റെ മറുചോദ്യം എന്നിൽ വന്നെത്തി. ശരിയാണ്, അതിന് എന്ത് നിർവചനം ഞാൻ നൽകും? അല്ലെങ്കിലും ഇത്രമാത്രം അധികാരം കാണിക്കാൻ അബിയേട്ടൻ എൻ്റെ ആരാണ്? പലപ്പോഴും അവന് മുന്നിൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. നാസികത്തുമ്പിനും മേൽച്ചുണ്ടിനും ഇടയിലായി വിയർപ്പ് പൊടിഞ്ഞു. ആ നോട്ടം നേരിടാൻ വയ്യാതെ അങ്ങനെ നിന്നു ഏറെ നേരം. പതിയെ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴും അവൻ എന്നെ തന്നെ നോക്കി നിൽപ്പായിരുന്നു. പോവണോ? മന്ത്രണം പോലെ ആ ശബ്ദം. അശക്തയായി ഞാൻ ഒന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. ആ കൈകൾ അയഞ്ഞു. എന്നിൽ നിന്നും അടർന്നു മാറി. ഒന്നും മിണ്ടാതെ മൗനമായി മുറിക്ക് പുറത്തിറങ്ങുമ്പോഴും അവൻ മൗനമായി എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ജോലികൾ ഓരോന്ന് ചെയ്തു തീർക്കുമ്പോഴും മനസ്സിൽ ആ മുഖം തന്നെയായിരുന്നു. ആ മുഖം മനസ്സിൽ വരുമ്പോൾ സാധാ തോന്നാറുള്ള ഭയം മറ്റെന്തിനോ വഴിമാറിയിരിക്കുന്നു. അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നെഞ്ചു പിടയും കണ്ണുകൾ തുടിക്കുന്നതും രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നതും എന്തിനാണെന്ന ചോദ്യം മാത്രം ബാക്കിയായി. ജോലികൾ തീർത്ത് വീട്ടിലേക്ക് പോവാൻ നേരമാണ് സുഭദ്രമ്മയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ ചെവിയിൽ പതിഞ്ഞത്. ഓടിപ്പിടഞ്ഞ് സുഭദ്രമ്മയുടെ അടുത്തേക്ക് ഓടുമ്പോൾ ഉള്ളിൽ വേണ്ടാത്ത പല ചിന്തകളും കുമിഞ്ഞുകൂടി. കോണിപ്പടിക്ക് താഴെയായി ബോധം മറഞ്ഞു കിടക്കുന്ന സുഭദ്രമ്മയെ കാണെ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അങ്ങിങ്ങായി രക്തത്തുള്ളികളും. അബിയേട്ടാ, ഉറക്കെ ഞാൻ കരഞ്ഞു. ഓടിച്ചെന്ന് അമ്മയുടെ മുഖം ഞാൻ മടിയിലേക്ക് ചേർത്ത് വെച്ചു. ഓടി വന്ന അബിയേട്ടൻ്റെ മുഖത്തും ഞെട്ടൽ പ്രകടമായിരുന്നു. ഒരു നിമിഷം അങ്ങനെ നിന്ന അബിയേട്ടൻ പെട്ടെന്ന് തന്നെ അമ്മയെ കോരിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. കൂടെ ഞാനും. ഹോസ്പിറ്റൽ ഒട്ടാകെ കൂട്ടിലടച്ച വെരുകിനെ പോലെ ഓടി നടക്കുന്ന അബിയേട്ടൻ എന്നിൽ അത്ഭുതം സൃഷ്ടിച്ചു. ഡോക്ടർ വന്ന് അമ്മക്ക് സാരമായ പരിക്കുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും ആ മുഖം നേരിയൊരാശ്വാസം മാത്രമേ നിഴലിക്കുന്നുണ്ടായിരുന്നുള്ളൂ. തനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ രോഗിയുടെ ആരാണെന്ന മറുചോദ്യം അബിയെ തേടിയെത്തിയിരുന്നു. എൻ്റെ സ്വന്തം അമ്മയാണെന്ന് അത്രയും പറഞ്ഞ് അവൻ വിതുമ്പിയപ്പോൾ ഞാൻ ആശ്ചര്യത്തോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു. ആ നീലക്കണ്ണുകളിൽ വീഴാത്ത രീതിയിൽ പിടിച്ചു കെട്ടിയിരിക്കുന്ന കണ്ണുനീർ തുള്ളികൾ എന്നിൽ സങ്കടം നിറച്ചു. രാവിലെ ഞാൻ അവനെ ദ്രോഹിക്കാൻ ഉപയോഗിച്ച ഓരോ വാക്കുകളും എൻ്റെ നേർക്ക് പത്തി വിടർത്തി നിന്നു. എന്ത് ക്രൂരയാണ് ഞാൻ! അഭിമന്യുവിൻ്റെ മനസ്സളക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം. നഴ്സുമായി വഴക്കുണ്ടാക്കി അമ്മയെ കണ്ടിറങ്ങുന്നവൻ്റെ മുഖം പ്രസന്നമായിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ ഇരുട്ട് വീണിരുന്നു. ആ യാത്രയിലുടനീളം അമ്മയോടൊരു വാക്കുപോലും സംസാരിക്കാതെ അബി അവരെ പാടെ അവഗണിച്ചു. ഇനിയെങ്കിലും നോക്കിയും കണ്ടും നടക്കണം, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്, അബി പിറുപിറുത്തു. സുഭദ്രമ്മ ആ വാക്കുകളെ അവഗണനയായി കണ്ടപ്പോൾ തനിക്ക് ആരുമില്ലാതെ ആയി പോകുമോ എന്നൊരുത്തൻ്റെ ഭയമാണ് ആ വാക്കുകളിൽ നിഴലിക്കുന്നത് എന്ന് ദേവുവിന് മനസ്സിലായിരുന്നു. അമ്മക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ എന്തിനാ എന്ന ഒരുത്തൻ്റെ പരിഭവം. സുഭദ്രമ്മ തൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അഭിമന്യുവിൻ്റെ അവഗണനയിൽ അവരുടെ ഉള്ളു പൊള്ളുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിൻ്റെ പുകച്ചിൽ കണ്ണുനീർ രൂപത്തിൽ എൻ്റെ കൈത്തണ്ടയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. പലവട്ടം കണ്ണാടിയിലൂടെ അബി അമ്മയെ നോക്കുന്നത് ദേവു കണ്ടിരുന്നു. സുഭദ്രമ്മ വീട്ടിലേക്ക് കയറുമ്പോഴെല്ലാം അബിയെ തന്നെ നോക്കിയിരുന്നു. ഒരിത്തിരി സ്നേഹത്തിനായി അമ്മ മനസ്സ് കീണു. അവരെ ബെഡിൽ കിടത്തി പുതച്ചു കൊടുത്തുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്നെ കാത്തിട്ടെന്ന പോലെ പുറത്ത് അബിയേട്ടൻ ഉണ്ടായിരുന്നു. നീ ഇന്നും പോവണ്ട, ആ സ്ത്രീക്ക് എന്തെങ്കിലും ആവശ്യം വരും. നിന്റെ തന്തയുടെ അടുത്ത് അടിയോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അല്ലെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നാൽ ഞാൻ ഇവിടെയാണ് നിൽക്കുക. രാവണൻ്റെ ആത്മമിത്രമായ ആര്യേട്ടൻ അച്ഛൻ്റെ അരികിലും. എപ്പോഴോ ശീലമായി പോയ ഒരു കാവൽ നിൽപ്പ്. ഇത്രയും നാളും കരുതിയിരുന്നത് രാത്രിയിൽ അമ്മ അവനൊരു ശല്യമാവണ്ട എന്ന് കരുതിയാണ് എന്നെ നിർത്തുന്നത് എന്നാണ്. ഇന്നാണ് അബിയേട്ടൻ എടുത്തണിഞ്ഞ മൂടുപടമാണ് അവന് അമ്മയോടുള്ള വാശിയും ദേഷ്യവും എന്ന് മനസ്സിലാവുന്നത്. മറുപടിയായി ഒന്ന് മൂളി അടുക്കളയിലേക്ക് ചെന്നു. അമ്മക്ക് ഭക്ഷണം കൊടുത്തു. പതിയെ മുടിയിഴകളിൽ വിരലോടിച്ചപ്പോൾ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുതച്ചു കൊടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഒരുപാട് നേരമായിട്ടും നിദ്ര എന്നെ തഴുകിയില്ല. എഴുന്നേറ്റ് വന്ന് ജനലുകൾ തുറന്നിട്ടു. മഴ തുറന്ന അന്തരീക്ഷം. വാഴയിലകളിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. മഴയുടെ അവസാന ശേഷിപ്പുകളും ചേമ്പിലയിൽ തങ്ങി നിൽപ്പുണ്ട്. മഴ തിരിച്ചു കൊണ്ടുപോകാൻ മറന്ന കുഞ്ഞിളം കാറ്റ് അവിടെ ഇവിടെയൊക്കെയായി മഴയെ തിരഞ്ഞ് നടപ്പുണ്ട്. കാർമേഘങ്ങൾ മൂടിയ ചന്ദ്രൻ്റെ നിലാപുഞ്ചിരി മറനീക്കി പുറത്തു വരുന്നുണ്ടായിരുന്നു. എത്രയൊക്കെ പുറത്തെ കാഴ്ചകളിൽ ശ്രദ്ധ ഊന്നിയിട്ടും
ഉള്ളിൽ അപ്പോൾ നിറഞ്ഞു നിന്നത് അഭിമന്യുവിൻ്റെ മുഖമായിരുന്നു. കൊള്ളിയാനുകൾ ഒരുമിച്ച് കൂടി വാനിൽ അവൻ്റെ മുഖം വരച്ച പോലെ ദേവുവിന് തോന്നി. പെട്ടെന്നെന്തോ ശബ്ദം കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നും ഉണർന്നത്. പാത്രങ്ങൾ എന്തോ തട്ടിമറിഞ്ഞതെന്ന് തീർച്ച. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ദേവു കണ്ടത് അമ്മയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്ന അബിയെയാണ്. അവൻ്റെ കാലുകൾ നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. മദ്യപിച്ചിട്ടുണ്ടെന്ന് സാരം. ശബ്ദമുണ്ടാക്കാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു. സുഭദ്രമ്മയുടെ കാലിൽ മുഖം ചേർത്ത് കരയുന്ന അഭിമന്യു. ഒരു ഞെട്ടലോടെയാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. മദ്യലഹരിയിൽ അവൻ തേങ്ങുന്നുണ്ട്. എന്തൊക്കെയോ പിച്ചുംപേയും പറയുന്നുണ്ട്. കുടിച്ചു തീർത്ത കള്ള് അവൻ്റെ വാക്കുകളെ പിടിച്ചു കെട്ടുന്നുണ്ട്. നാവ് കുഴയുന്നുണ്ട്. പതിയെ അവൻ എഴുന്നേറ്റു. സുഭദ്രമ്മയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. പുറത്തേക്കിറങ്ങി. പുറത്തു നിൽക്കുന്ന എന്നെ കണ്ടപ്പോൾ അവൻ്റെ മുഖം വിളറി. പതിയെ ഞാൻ അവന് നേരെ പരിഹാസത്തിൽ പൊതിഞ്ഞ ഒരു ചിരി തൊടുത്തുവിട്ടു. എൻ്റെ കണ്ണുകളിലെ പരിഹാസം തിരിച്ചറിഞ്ഞതുകൊണ്ടാവും മൗനമായി അവൻ നടന്നു പോകാൻ തുടങ്ങിയത്. പോവാനൊരുങ്ങിയ അവന് കുറുകെ തടസ്സം സൃഷ്ടിച്ച എന്നെ അവൻ മുഖം ഉയർത്തിയൊന്ന് നോക്കി. പതിവിലും വിപരീതമായി ആ മുഖത്തൊരു പതർച്ച. എന്താ? എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചോദിച്ചു. നാളെ ഞാൻ എന്തായാലും അമ്മയോട് പറഞ്ഞു കൊടുക്കും. തികഞ്ഞ കുട്ടിത്തത്തോടെ ഞാൻ പറഞ്ഞു. രാവണനൊന്ന് ഞെട്ടി. വേണ്ട, മറ്റെവിടെയോ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പറയും, നോക്കിക്കോ. കാലുപിടിച്ച് കരഞ്ഞത്, നെറുകയിൽ ഉമ്മ വെച്ചത്, അമ്മയെന്ന് വിളിച്ചത് എല്ലാം ഞാൻ പറയും. ഒരു കള്ളച്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. പറയുമോ നീ? പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി. എൻ്റെ അടുത്തേക്ക് വരുന്ന അഭിയേട്ടനെ കാണെ ചെറുതല്ലാത്തൊരു ഭയം എന്നിൽ ഉടലെടുത്തു. അവനും പെട്ടെന്ന് രാവണരൂപം കൈവന്ന പോലെ എനിക്ക് തോന്നി. എങ്കിലും പതറാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ എൻ്റെ ഇരുഭാഗങ്ങളിലും കൈകുത്തി ചുമരിനോട് ചേർന്ന് നിന്നു. എന്നിൽ വല്ലാത്തൊരു വിറയൽ. പിന്നെയും മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മയോട് പറയുമോ എന്ന്. വിറച്ചിട്ടാണെങ്കിലും പറയുമെന്ന് തന്നെ തലയാട്ടിയപ്പോൾ വല്ലാത്തൊരു ഭാവത്തോടെ എന്നെ നോക്കി. എന്തായാലും പറയുമല്ലോ, ഇതും കൂടെ ചേർത്ത് പറ. അത്രയും പറഞ്ഞുകൊണ്ട് നെറുകയിൽ അവൻ്റെ അധരങ്ങൾ പതിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. അകന്നു മാറാൻ നോക്കുന്തോറും അവന് വാശി കൂടുന്ന പോലെ. ഏറെ നേരം കഴിഞ്ഞ് മിഴികൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കിയ മാത്രയിൽ പെയ്തൊഴിഞ്ഞു തീർത്ത് എന്ന് പറഞ്ഞുപോയ മഴ പിന്നെയും തിരിച്ചെത്തിയിരുന്നു മണ്ണിനെ പുൽകാൻ. കൂടണഞ്ഞ പക്ഷികളോ വിണ്ണിലൊളിച്ച നക്ഷത്രങ്ങളോ ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ചില്ല. അവൻ്റെ ഗന്ധം എന്നിൽ വന്ന് നിറയുന്നുണ്ടായിരുന്നു. പിന്നെയും അവൻ നെറുകയിൽ മുകരുവാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അവനെ വന്യമായ ശക്തിയിൽ തള്ളി മാറ്റിയിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചുമരിലൂടെ ഊർന്ന് ഞാൻ നിലത്തേക്കിരുന്നു. മുഖം പൊത്തി ഉറക്കെ കരഞ്ഞു. ചെയ്തുപോയ തെമ്മാടിത്തരത്തെക്കുറിച്ച് അഭിമന്യുവിന് അപ്പോഴാണ് ബോധമുണ്ടായത്. ലഹരിയുടെ മേൽ സംഭവിച്ചതല്ല, അവൾ എന്ന ലഹരിയിൽ സംഭവിച്ചു പോയതാണ്. പതിയെ അവൾക്കരികിലായി മുട്ടുകുത്തിയിരുന്നു. പതിയെ ആ മുഖമൊന്ന് പിടിച്ചുയർത്തി. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവനിൽ കുറ്റബോധം ഉണർത്തി. ഇന്നേ വരെ അവളിൽ നിന്നും വരാത്തൊരു നോട്ടം, വിശ്വാസം നഷ്ടപ്പെട്ട പോലെ ഒരു നോട്ടം, അത് അവൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ എന്തു പറയണമെന്നോ എനിക്കൊരു ധാരണയുമില്ലായിരുന്നു. അല്ലെങ്കിലും ക്ഷമയും സമാധാനവും രാവണൻ്റെ രീതിയല്ലല്ലോ. ഞാനൊരു ഹൃദയമില്ലാത്ത രാക്ഷസനല്ലേ? അവൻ സ്വയം കുറ്റപ്പെടുത്തി. അവളുടെ കണ്ണുകളിൽ തീ പടരുന്നുണ്ടായിരുന്നു. പതിയെ ആ കാലിലൊന്ന് കൈകൾ കൊണ്ട് തൊട്ടു. ക്ഷമിക്കണമെന്ന് മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നടന്നു. ഉരുകുകയായിരുന്നു ദേവു അന്നേരം. എല്ലാവർക്കും തട്ടിക്കളിക്കാൻ പറ്റിയൊരു ജന്മം ഇപ്പോൾ എന്നിലെ സ്ത്രീയെ കൂടെ ചോദ്യം ചെയ്യാൻ ആളായിരിക്കുന്നു. ഉള്ളിൽ വല്ലാത്തൊരു മരവിപ്പ്, തണുപ്പ് വന്ന് മൂടുന്ന പോലെ. കാലുകൾ പതിയെ ചുരുട്ടി കൈകൾ മാറിലേക്ക് ഒളിപ്പിച്ച് ഞാൻ അങ്ങനെ കിടന്നു. പതിയെ ബോധം മറയുന്ന പോലെ തോന്നി. കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെയും. രാവിലെ വെളിച്ചം തട്ടിയിട്ടും എഴുന്നേൽക്കാൻ വയ്യായിരുന്നു. പുറത്ത് ചൂടും അകത്ത് തണുപ്പും നിറഞ്ഞ ഒരവസ്ഥ. പതിയെ കട്ടിലിൻ്റെ മൂലയിൽ പിടിച്ചെഴുന്നേറ്റു. അടുക്കളയിലെ കാര്യങ്ങൾ ഓരോന്നായി ചെയ്യുമ്പോഴും കൈയും കാലും കുഴയുന്നുണ്ടായിരുന്നു. ഒരുവിധം അമ്മക്കുള്ള ഭക്ഷണം തയ്യാറാക്കി ഞാൻ പുറത്തു കടന്നു. എന്നും നടക്കാറുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ പതിവില്ലാതെ ഞാൻ കിതച്ചിരുന്നു. വീട്ടിലെത്തിയതും ഞാൻ ഉമ്മറപ്പടിയിലേക്ക് തളർന്നു വീണു. ദേവൂട്ടി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന ഹരിയേട്ടൻ്റെ മുഖം മാത്രം മുന്നിൽ. പിന്നെ അതും മാഞ്ഞുപോയി. കണ്ണുകൾ അടഞ്ഞു. ബോധം വരുമ്പോൾ അടുത്ത് ഹരിയേട്ടൻ ഇരിപ്പുണ്ട്. രക്തബന്ധത്തേക്കാൾ മുകളിലുള്ള ആത്മബന്ധങ്ങൾ കാണില്ലേ, അങ്ങനെ ഒരാളാണ് ഹരിയേട്ടൻ. എൻ്റെ അഭിമന്യുവിൻ്റെ ആത്മമിത്രം എന്നൊരു കാര്യം ഒഴിച്ച് ഒരാൾക്കും ഹരിയേട്ടനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ മുഖത്ത് നല്ല പരിഭ്രമമുണ്ട്. പതിയൊന്ന് എഴുന്നേറ്റിരുന്ന് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹരിയേട്ടനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. മാളുവിനെ പറഞ്ഞേക്കണോ ഞാൻ? ഹരി ആകുലതയോടെ ദേവുവിൻ്റെ ക്ഷീണം പറ്റിയ മുഖത്തേക്കൊന്ന് നോക്കി. ഹരിയേട്ടൻ്റെ അനിയത്തിയാണ് മാളു. വേണ്ട എന്ന് ഞാൻ തലയാട്ടി. വൈകിട്ട് ഏറെ നിർബന്ധിച്ചാണ് ഹരിയേട്ടനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്.
രാത്രിയായപ്പോഴേക്കും പിന്നെയും ദേഹം ചുട്ടുപൊള്ളിക്കൊണ്ടിരുന്നു. പതിയെ അച്ഛൻ്റെ കട്ടിലിനോട് ചേർന്നിരുന്നു. ആ കൈകൾ കുറച്ചു നേരം എൻ്റെ മുഖത്തോട് ചേർത്ത് വെച്ചു. നിർവികാരമായി കുറച്ച് നിമിഷങ്ങൾ. ഉറങ്ങാൻ നേരമാണ് ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റത്. അച്ഛൻ എപ്പോഴോ ഉറങ്ങിയിട്ടുണ്ട്. പതിയെ കട്ടിലിൽ ചെന്ന് കിടന്നു രാവണൻ. ആ മുഖം മാത്രം കണ്ണുകളിലും ചിന്തകളിലും. ദേഷ്യം മാത്രമാണോ അവനോട് തോന്നുന്നത്? അവൾ സ്വയം ചോദിച്ചു. അല്ല, അതിനുമപ്പുറം പേരറിയാത്ത എന്തൊക്കെയോ വികാരങ്ങൾ. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലരികിൽ പോയി നിന്നു. മാനവും മഴയും മരവും എല്ലാം പിന്നെയും മിഴികളിൽ പതിഞ്ഞു. അല്ലെങ്കിലും ഒറ്റപ്പെടലിൽ പ്രകൃതി അമ്മയാവും. പ്രണയിക്കുമ്പോൾ അവൾ കാമുകയും സങ്കടത്തിൻ്റെ ആഴക്കടലിൽ അവൾ കരയാൻ മാത്രം വിധിച്ച ഒരു സ്ത്രീയാവും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവൾ കെട്ടിയാടുന്ന വേഷം എന്താണ്? ദേവു സ്വയം ചോദിച്ചു. പെട്ടെന്നാണ് ആരോ പുറകിൽ നിന്ന് വന്ന് നിൽക്കും പോലെ തോന്നിയത്. ഒരു ഞെട്ടൽ എന്നിൽ ഉടലെടുത്തെങ്കിലും ആ ഗന്ധവും നെഞ്ചിടിപ്പും എനിക്ക് സുപരിചിതമാണ്. പതിയെ ഞാൻ തിരിഞ്ഞു നോക്കി. ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്? ഉള്ളിലെ കനൽ മറച്ചു വെക്കാതെ തന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആ കണ്ണുകളിൽ ഇന്നുവരെ കാണാത്തൊരു പതർച്ച. ഒന്നും മിണ്ടാതെ അവൻ എൻ്റെ അരികിലേക്ക് വന്നു. കൈയുടെ പുറടി എൻ്റെ നെറ്റിയിലേക്ക് ചേർത്തു. മഴത്തുള്ളികൾ നിറഞ്ഞ ആ കൈ എൻ്റെ നെറ്റിയിൽ പതിഞ്ഞപ്പോൾ എന്നിലൂടെ ഒരു വിറയൽ ഞൊടിനേരം കൊണ്ട് മാഞ്ഞുപോയി. നിനക്ക് നല്ലതുപോലെ പനിക്കുന്നുണ്ടല്ലോ, അവൻ എന്നെ നോക്കി ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടിയതേയില്ല. ഞാൻ പതിയെ ചാരിയിട്ടേക്കുന്ന വാതിൽ മുഴുവനായും തുറന്നിട്ടു. പുറത്തേക്ക് വിരൽ ചൂണ്ടി അവനോട് പുറത്ത് കടക്കാൻ പറയുന്ന പോലെ. പെട്ടെന്ന് അഭിമന്യു എന്നെ ഒന്ന് എടുത്തുയർത്തി കട്ടിലിൽ ഇരുത്തി. ഞാൻ എഴുന്നേൽക്കും മുന്നേ തന്നെ അവൻ എൻ്റെ മടിയിലേക്ക് തല ചായ്ച്ചു. അവനെ തട്ടി മാറ്റി പലതവണ ഞാൻ എഴുന്നേൽക്കാൻ ഒരുങ്ങി. കൺമഷി, ആ വിളിയിൽ ഞാൻ ഒന്ന് ഞെട്ടി. കുഞ്ഞുനാളിൽ എപ്പോഴോ കേട്ടുമറന്ന ഒരു പേര്. ഏറെ കാലമായി ഡി എന്നല്ലാതെ മറ്റൊന്നും അവൻ വിളിച്ചു കേട്ടിട്ടില്ല. അവിശ്വസനീയമായി ഞാൻ അവനെ ഒന്ന് നോക്കി. അവൻ എന്നെയും. കൺമഷി, ഒരു 5 നിമിഷത്തേക്ക് നിനക്ക് എൻ്റെ അമ്മ ആയിക്കൂടെ? ഒരുപാട് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. ആ വാക്കുകളിൽ അതുവരെ ഊറ്റം കൊണ്ടിരുന്ന എന്നിലെ പെണ്ണ് ഒതുങ്ങിപ്പോയിരുന്നു. യാന്ത്രികമായി എൻ്റെ വിരലുകൾ അവൻ്റെ നെറുകയിൽ തലോടി. എന്തോ എന്നിൽ വാത്സല്യം വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞു. പതിയെ അവൻ എൻ്റെ കൈകൾ തടഞ്ഞു. അവൻ്റെ കവിളിൽ ചേർത്ത് വെച്ചു. പൊള്ളുന്നു കൺമഷി. കൈയിൻ്റെ ചൂട് കവിളിൽ തട്ടിയപ്പോൾ അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ നേരത്തെ ഏൽപ്പിച്ച പൊള്ളലിനോളം വരില്ല. ഞാൻ തിരിച്ചടിച്ചു. അവൻ പിന്നെയും എന്നെ നോക്കി ആർദ്രമായി. എന്തെങ്കിലും കഴിച്ചായിരുന്നോ? മുഖത്തു നിന്നും കണ്ണെടുക്കാതെയാണ് അഭിമന്യുവിൻ്റെ ആ ചോദ്യം. മറുപടി ഒന്നും പറഞ്ഞില്ല. അവനിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ എന്ന പോലെ ഞാൻ ജനൽപ്പാളിയിലേക്ക് മുഖം അടുപ്പിച്ച് തൊടിയിലേക്ക് നോട്ടം അയച്ചു. നിന്നോടാണ് ചോദിച്ചത്. എന്താ നിന്റെ ചെവി അടഞ്ഞു പോയോ? അവൻ്റെ അലർച്ചയിൽ അവളൊന്ന് ഞെട്ടി. വിറയലോടെ ഞാൻ ഇല്ലെന്നർത്ഥത്തിൽ തലയാട്ടി. എൻ്റെ പേടിച്ചരണ്ട മുഖം കാണെ അവൻ്റെ കണ്ണിൽ കുസൃതി പൂക്കുന്നത് ഞാൻ ഒരു വേള നോക്കി നിന്നു. രാവണൻ തന്നെ, ദുഷ്ടൻ. എപ്പോഴാ സ്വഭാവം മാറുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഞാൻ ആരോടെന്നില്ലാതെ പിറുപിറുത്തു. ഉള്ളിലൊരു പരിഭവം മിന്നി മറഞ്ഞു. എങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? സംശയരൂപണെ അവനെ ഒന്ന് നോക്കിയ മാത്രയിൽ എൻ്റെ വലത്തെ കൈത്തണ്ടയിൽ പിടി വീണിരുന്നു. ഞാൻ ഒന്ന് കുതറാൻ നോക്കിയെങ്കിലും അനുസരണയില്ലാതെ മനസ്സെപ്പോഴോ അവനെ പിന്തുടർന്നിരുന്നു. എന്നോട് അടുക്കളയിലെ തിണ്ണയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. അവൻ പാത്രങ്ങൾ ഓരോന്നായി തുറന്നു നോക്കി. തപ്പിയിട്ട് കാര്യമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അഭിയൊന്ന് മൂളിക്കൊണ്ട് അരിസഞ്ചി തുറന്നു. കുറച്ച് അരി പാത്രത്തിലേക്ക് ഇട്ടു. വെള്ളം ഒഴിച്ച് വൃത്തിയിൽ കഴുകി വിറകു കൂട്ടി അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. രാവണൻ സകല ശ്വാസവും എടുത്ത് ഊതി ഊതി അടുക്കള മുഴുവൻ പുക പടർന്നു. എന്നിട്ടും അടുപ്പ് എന്നോടോ എന്ന് ചോദിച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നുപോയി. അടുത്ത് നിൽക്കുന്നവന് ചുമയും. തെമ്മാടിത്തരം കാണിക്കുന്ന പോലെ എളുപ്പമാണ് പാചകം എന്ന് ധരിച്ചു കാണും. ആ തെറ്റിദ്ധാരണ അങ്ങോട്ട് മാറട്ടെ എന്ന് ഞാനും ചിന്തിച്ചു. ഒരുവിധം അടുപ്പ് കത്തിച്ച് അവൻ കഞ്ഞിയുണ്ടാക്കി. ചമ്മന്തിക്കുള്ള ഓരോന്നും തിണ്ണയിലേക്ക് നിരത്തി. ഉള്ളിത്തൊലി കളഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ആ കണ്ണു നിറഞ്ഞു തുടങ്ങിയിരുന്നു. മീശയും പിരിച്ചു വെച്ച് നെഞ്ചും വിരിച്ച് ഉള്ളി അരിഞ്ഞ് കരയുന്നവനെ കാണെ അതുവരെയുള്ള സകല നിയന്ത്രണങ്ങളും വിട്ട് ദേവു പൊട്ടിച്ചിരിച്ചുപോയി. അവൻ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. ഞാൻ ചുണ്ടിൽ കൈ ചേർത്ത് വായ പൊത്തി ഇനി ചിരിക്കില്ല എന്ന പോലെ ഇരുന്നു. ഒരു കുഞ്ഞു പാത്രത്തിൽ കഞ്ഞിയും ചമ്മന്തിയും എടുത്ത് അവൻ അരികിലേക്ക് ഇരുന്നു. കൈകൾ നീട്ടി അത് വാങ്ങാൻ തുടങ്ങിയ എൻ്റെ കൈകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഒരു സ്പൂൺ അവൻ അവളുടെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അത് വാങ്ങി കുടിക്കുമ്പോൾ കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു. കഞ്ഞിക്ക് രുചി കൂട്ടാൻ എന്ന പോലെ ഒരു നുള്ളു ചമ്മന്തിയും വിരലിൽ തൊട്ട് അവൻ എൻ്റെ നേർക്ക് നീട്ടി. പതിയെ അത് നുണഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെന്ന പോലെ അവൻ്റെ കണ്ണുകളിലും തിരതല്ലുന്ന വികാരം ഞാൻ കാണാതെ പോയില്ല. എത്ര കഴിച്ചിട്ടും മതി വരാത്ത പോലെ. ഊട്ടിയിട്ട് അവനും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മനസ്സും വയറും നിറഞ്ഞ് ഭക്ഷണം കഴിച്ച പോലെ. കഴിച്ചു കഴിഞ്ഞ് പതിയെ ഞാൻ കട്ടിലിലേക്ക് ചാഞ്ഞു. അരികിലായി അവൻ ഇരിപ്പുണ്ട്. ഒരിക്കലും അകലാതെ അവനിങ്ങനെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് തോന്നിപ്പോയി അന്നേരം. ഒറ്റപ്പെടലിൽ
ഒരു കുളിർ വന്ന് നിറഞ്ഞ പോലെ. എൻ്റെ മുഖം തലോടിയിരുന്ന മുടിയിഴകൾ പതിയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവൻ എൻ്റെ കണ്ണുകളിലേക്ക് മാറി മാറി നോക്കി. നാളെ വരാമോ മേലേടത്തേക്ക്? ഇല്ല. മറുപടിക്ക് ഒട്ടും തന്നെ ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല എനിക്ക്. അവൻ്റെ കണ്ണുകളിൽ നിരാശ വന്ന് നിറഞ്ഞു. എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ആ മുഖത്ത് എൻ്റെ ഉത്തരം അറിയാനുള്ള തിരക്ക്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ക്ഷമ പോലും ചോദിക്കാത്ത നിങ്ങളോട് പിന്നെ എനിക്ക് ദേഷ്യമല്ലാതെ മറ്റെന്ത് തോന്നണം? ഞാൻ തിരിച്ചടിച്ചു. ക്ഷമ ചോദിച്ചാൽ നാളെ വരുമോ മേലേടത്തേക്ക്? അഭിമന്യു പിന്നെയും ചോദിച്ചു. ക്ഷമ ചോദിക്കാൻ തയ്യാറാണോ? ഞാൻ മറുചോദ്യം ചോദിച്ചു. അതെ. അവൻ്റെ മറുപടി എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. എങ്കിലും ഞാൻ പതറിയില്ല. എനിക്കും എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തണ്ടേ? എന്നും ആത്മനിന്ദയുമായി നടന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതിൽ എന്തർത്ഥം? ഞാൻ അവൻ്റെ മുഖത്തേക്ക് തന്നെ മിഴികൾ ഊന്നി. അത് ക്ഷമിക്കണം. അവൻ്റെ ക്ഷമാപണം കേൾക്കെ എനിക്ക് ചിരി വന്നുപോയി. പരിഹാസം നിറഞ്ഞൊരു നോട്ടം ഞാൻ അവന് നേരെ തൊടുത്തു വിട്ടു. ഇങ്ങനെയാണോ ക്ഷമ ചോദിക്കുന്നത്? ഇതിലും നിങ്ങളുടെ അഹങ്കാരം നിഴലിക്കുന്നു. മറുപടി ഒന്നും ഉണ്ടായില്ല. പകരം ആളെൻ്റെ കാലിലേക്ക് മുഖം പൂഴ്ത്തി കൈകൾ കൊണ്ട് ഇറുകെ പിടിച്ചു. പൊറുക്കണം, അത്രയും പറഞ്ഞ് എഴുന്നേറ്റു. ഞാൻ ആകെ വല്ലാതെയായിപ്പോയി. അവൻ്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. നാളെ ഉണ്ടാവണം മേലെടുത്ത്. ഞാൻ ഉറക്കമുണരുന്നതിന് മുന്നേ തന്നെ. ഇല്ലെങ്കിൽ അറിയാലോ അഭിമന്യു ആരാണെന്ന്. അത്രയും പറഞ്ഞ് എനിക്ക് നേരെ വിരൽ ചുണ്ടുമ്പോൾ അവിടെ രാവണൻ വീണ്ടും ഉടലെടുക്കുകയായിരുന്നു. എന്നെ ഒരിക്കൽ കൂടെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ അവനെ നോക്കാതെ മുഖം മാറ്റിക്കളഞ്ഞു. ആ മുഖത്ത് ചെറുചിരി വിരിയുന്നത് ഞാൻ ഒളിക്കണ്ണാലെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഒച്ചെടുത്ത് പരിഭവം പിടിച്ചു പറ്റുകയാണ് അവൻ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഇരുവശങ്ങളിലും കൈകളൂന്നി അവൻ എൻ്റെ മുഖത്തേക്ക് തന്നെ നോട്ടം അയച്ചു. വരില്ലേ? ആ ശബ്ദം നേരിയതും വികാരങ്ങളുടെ അകമ്പടിയോട് കൂടിയതുമായിരുന്നു. ശരീരമൊട്ടാകെ ഒരു വിറയൽ പാഞ്ഞുപോയി. എനിക്കിത് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം മാത്രം ബാക്കിയായി. പതിയെ ദേവു തലയാട്ടി. അകന്നു മാറാനാവാതെ അവനും അകന്നു പോവരുതേ എന്നാഗ്രഹിച്ച് ഞാനും മാത്രമായി കുറച്ച് നിമിഷങ്ങൾ. പതിയെ അവൻ എന്നെ പുതപ്പിച്ച് അവൻ മുറിക്ക് പുറത്തിറങ്ങി. കണ്ണിൽ നിന്നും അവൻ മായുന്നവരെ ഞാൻ അങ്ങനെ നോക്കിക്കിടന്നു. ഹൃദയത്തിൽ അവൻ എപ്പോഴോ വേര് പടർത്തിയിരിക്കുന്നു. നക്ഷത്രങ്ങളോ നിലാവോ ഇല്ലാതെ തന്നെ അന്നത്തെ രാത്രിയിലെ എൻ്റെ സ്വപ്നങ്ങൾക്ക് വല്ലാത്ത സൗന്ദര്യമായിരുന്നു. രാവിലെ ഉറക്കം ഉണർന്നപ്പോൾ മുതൽ ഞാൻ പഴയ ദൈവം അല്ലാത്ത പോലെ തോന്നി എനിക്ക്. മനസ്സ് പിടിച്ചിടത്ത് നിൽക്കാത്തൊരവസ്ഥ. കണ്ണിലും ഹൃദയത്തിലും നിറഞ്ഞു നിന്നിരുന്നത് അഭിമന്യുവിൻ്റെ മുഖം മാത്രം. അവനിലേക്ക് ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയം വേരുപടർത്തിയിരിക്കുന്നു. ഹൃദയവും മിഴികളും ഒരു നോക്ക് അവനെ കാണാതെ വയ്യ എന്ന മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നു. എൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന വികാരത്തെ ഞാൻ എന്തു പേര് പറഞ്ഞു വിളിക്കും എന്നറിയാതെ കുഴഞ്ഞു. വീട്ടിലെ ജോലികൾ ഓരോന്നായി ഒതുക്കി തീർത്തു. മനസ്സിൻ്റെ വേഗതക്കൊപ്പം കൈകൾക്കും കാലുകൾക്കും ഓടിയെത്താൻ പറ്റുന്നില്ല എന്ന് തോന്നിയ നിമിഷങ്ങൾ. ഒരുവിധ പണികളെല്ലാം ഒതുക്കി പതിയെ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവളുടെ മുഖം പ്രസന്നമായതുപോലെ ആ നീല കണ്ണാടിക്ക് പോലും തോന്നുന്നുണ്ടായിരുന്നു. എന്നും വിഷാദം മാത്രം തളകെട്ടി നിന്ന കണ്ണുകളിൽ മറ്റെന്തോ വികാരം അലയടിക്കുന്നുണ്ടായിരുന്നു. എന്നോ പുഞ്ചിരിക്കാൻ മറന്നവളുടെ അധരങ്ങളിൽ നാണത്തിൻ്റെ അലകൾ വിരിയുന്നുണ്ടായിരുന്നു. സീമന്തരേഖയിൽ ചുവപ്പ് പടരാത്തത് അന്ന് ആദ്യമായി അവൾക്കൊരു കുറവായി തോന്നി. മുഖം തൊടുന്ന മുടിയിഴകളെ ചെവിയുടെ മടക്കിനോട് ചേർത്ത് വെച്ച് കണ്ണാടിയിൽ ഒന്നുകൂടെ നോക്കി ചിരിച്ചു. മേലെടുത്തെത്തിയപ്പോൾ മുതൽ ഹൃദയമിടിപ്പ് കൂടിയ പോലെ അവൾക്ക് തോന്നി. ഭയമെന്ന കാരണമില്ലാതെ ആദ്യമായി അവൾക്ക് നെഞ്ചു പിടിച്ചപ്പോൾ അതിൻ്റെ കാരണം അറിയാതെ അവൾ കുഴഞ്ഞു. അടുക്കളയിൽ കയറി ചായക്ക് വെള്ളം വെച്ചു. കുറച്ചു നേരം അത് തിളക്കുന്നത് നോക്കി നിന്നു. പതിയെ ചായയുമായി രാവണൻ്റെ മുറിയിലേക്ക് കയറുമ്പോൾ എന്നിൽ ഒരു തണുപ്പ് വന്ന് മൂടിയിരുന്നു. വാതിലിനരികിൽ ചേർന്ന് നിന്ന് പതിയെ അത് തുറന്നു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കി. രാവണനെ എങ്ങും കാണുന്നില്ല. ചിന്തിച്ചു നിൽക്കുന്നതിനിടയിൽ പെട്ടെന്ന് വാതിലടയുന്ന ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ അഭിമന്യു. ആദ്യത്തെ പതർച്ച മാറ്റിക്കൊണ്ട് ഞാൻ മേശപ്പുറത്ത് ചായ വെച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അഭി കൈകൾ എൻ്റെ കയ്യിൽ മുറുക്കിയിരുന്നു. പതിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി. കുളി കഴിഞ്ഞ് വന്ന അവൻ്റെ നീളം മുടിയിൽ നിന്നും വെള്ളം ഇറ്റി വീഴുന്നുണ്ടായിരുന്നു. അവൻ്റെ ഈർപ്പം എൻ്റെ വസ്ത്രങ്ങൾ പതിയെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ചൂണ്ടുവിരൽ കൊണ്ട് എൻ്റെ മുഖം അവൻ പിടിച്ചുയർത്തി. ആ മുഖത്ത് നോക്കാനാവാതെ എൻ്റെ മിഴികൾ പിടഞ്ഞുണർന്നു. ആ കണ്ണുകളിലേക്ക് നോക്കാൻ മാത്രം ത്രാണിയില്ലാത്ത പോലെ. എന്താ പതിവില്ലാതെ ചായയുമായി മുറിയിൽ? കുസൃതി അടക്കി പിടിച്ചുള്ള ആ ചോദ്യം എന്നെയും ഞെട്ടിച്ചിരുന്നു. ശരിയാണ്, അകത്ത് ഉന്മേഷയിലാണ് അവനുള്ള ചായ വെക്കാറുള്ളത്. സൗകര്യം പോലെ എടുത്തു കുടിക്കാറാണ് പതിവ്. ഇന്നെന്തോ ഈ മുഖം കാണാനുള്ള ഒരു തരം കൊതി കൊണ്ട് ഞാൻ മൗനമായി ആ നിൽപ്പ് തുടർന്നു ഏറെ നേരം. എന്താ നിൻ്റെ മനസ്സ്? എന്നോട് ഭയമാണോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരു നിമിഷത്തിനു ശേഷം വെറുതെ അതേന്ന് തലയാട്ടി. എൻ്റെ സാമീപ്യത്തിൽ ഈ ഹൃദയമിടിപ്പ് ഉയരുന്നതും നിൻ്റെ ശരീരം വിയർക്കുന്നതും നിൻ്റെ കണ്ണുകൾ ഇങ്ങനെ പിടഞ്ഞുണരുന്നതും എല്ലാം എന്നോടുള്ള ഭയം കൊണ്ട് മാത്രമാണോ? അവൻ പതിയെ ഒന്ന് ചിരിച്ചു. ഇതുവരെ കാണാത്ത അവൻ്റെ ആ നേർത്ത ചിരിയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് അങ്ങനെ നിന്നു. പറയടോ, ഭയം കൊണ്ട് മാത്രമാണോ? അവൻ ചോദ്യം ആവർത്തിച്ചു. ചെറുതായി എന്നെ ഒന്ന് കുലുക്കി. അതെ.
ബലമില്ലാതെ ഒന്ന് മൂളുക മാത്രമാണ് ഞാൻ ചെയ്തത്. സ്നേഹം തോന്നിയിട്ടുണ്ടോ എന്നോട്? എൻ്റെ ഇരുമിഴികളിലേക്കും മാറി മാറി നോക്കി അവനത് ചോദിച്ച് തീർന്നപ്പോഴേക്കും പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അവൻ്റെ കണ്ണുകളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു. മറുപടിയൊന്നും കേൾക്കാത്തത് കൊണ്ടാവാം അവൻ എന്നിൽ നിന്നും പതിയാകുന്നു. മേശ തുറക്കുന്നത് കണ്ടു. അതിൻ്റെ വെളിപ്പിൽ നിന്നും എന്തോ പുറത്തേക്കെടുത്തു. പതിയെ കയ്യിൽ കരുതിയ ഒരു കുഞ്ഞു കൺമഷി ചേപ്പ് അവൻ മേശപ്പുറത്തേക്ക് വെച്ചു. പതിയെ അതിൽ നിന്നും അല്പം ചായം അവൻ്റെ ചെറുവിരലിലേക്ക് പകർന്നു. അവൻ അങ്ങനെ നോക്കി നിൽക്കുന്ന ഏതോ നിമിഷത്തിൽ അവൻ എൻ്റെ അരയിലൂടെ കൈയിട്ട് പിടിച്ച് എന്നെ ചേർത്ത് നിർത്തി. അവൻ്റെ ചെറുവിരലിലെ കറുത്ത ചായം എൻ്റെ കൺപീലികൾ ചുംബിക്കുന്ന അതിർവരമ്പുകളിലേക്ക് പകർത്തി. കൂടുതൽ ഞാൻ അവനിലേക്ക് ചേർന്ന് വിരലുകളിൽ ഊന്നി നിന്നുപോയി. അവൻ എൻ്റെ ഇരു കണ്ണുകളിലേക്ക് മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം അവൻ എൻ്റെ ഇരു കണ്ണുകളിലും അതരങ്ങൾ ചേർത്തു. എൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പുരസം അവൻ്റെ അതരങ്ങളിൽ പടരുന്നുണ്ടായിരുന്നു. മുഖമുയർത്തി അവൻ എന്നെ നോക്കി. തിരിച്ച് ഞാനും. കൺമഷി. അവൻ്റെ ആ വിളി ആർദ്രമായിരുന്നു. ഒന്നും മിണ്ടാതെ മിഴിച്ചു നിൽക്കുന്ന എന്നെ തന്നെ നോക്കി വീണ്ടും ആ വിളിയെത്തി. ഹേ കൺമഷി. കുഞ്ഞിളം കാറ്റിനെ പോലെ, നദി ഒഴുകും പോലെ ആ സ്വരം. അവൻ്റെ ആ വിളി ഇതുവരെ അറിയാത്ത അനുഭൂതികളെല്ലാം എനിക്ക് വാരി വിതറുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഭയം മാത്രമാണോ എന്നോട്? ആ ചോദ്യത്തിനുമപ്പുറം എൻ്റെ സ്നേഹം കിട്ടാൻ എന്ന പോലെ ഒരുത്തൻ കാത്തിരിപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാതെ പോയില്ല. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഇപ്പോൾ എനിക്കറിയാം എന്നിൽ ഉടലെടുക്കുന്ന വികാരം എന്തെന്ന്. പ്രണയം. നിഷ്കളങ്കതയും ഉന്മാദവും കൂടിച്ചേർന്ന ദിവ്യമായ പ്രണയം. അവൻ തേടിയ ഉത്തരം ദേവുവിൻ്റെ കണ്ണുകളിലാകെ. മിഴികളിൽ തന്നെ നോട്ടം ഊന്നി നിന്ന അഭി അത് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അതറിഞ്ഞിട്ടെന്ന പോലെ അവൻ്റെ ചൊടിയിൽ ഒരു ചിരി വിരിഞ്ഞു. അല്ലെങ്കിലും എന്തിനാണ് പ്രണയം പറയാൻ വാക്കുകൾ? ദേവു അഭിയെ നോക്കി തന്നെ മറുചോദ്യം ചെയ്തു. അപ്പോൾ എന്നെ ഇഷ്ടമാണോ? മൗനമായി, അത്രയും മൃദുലമായി, കാറ്റുപോലെ ഒരു ചോദ്യം. ആ മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. എങ്കിലും ആ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് തോന്നി. ഇഷ്ടമാടി, ഒത്തിരി ഒത്തിരി. ഉള്ളിൽ ആണത്തം നിറഞ്ഞ കാലം തൊട്ട് നിന്റെ മുഖം മാത്രമേ എൻ്റെ ഇടനെഞ്ചിലുള്ളൂ. ഇനി ഒന്നിനു വേണ്ടിയും ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അല്ലെങ്കിലും രാവണനെ തട്ടിയെടുത്തല്ലേ ശീലമുള്ളൂ, തപസ്സിരുന്ന് ശീലമില്ലല്ലോ. നീ ആരുമില്ലാത്തവന് ആരെങ്കിലുമൊക്കെ ആവാമോ? അവൻ്റെ കണ്ണുകളൊന്ന് കലങ്ങി. ഞാൻ അവനെ ആഴത്തിൽ ചേർത്ത് പിടിച്ചു. ഇനി എന്നു കൂടെയുണ്ടാവും എന്ന അർത്ഥത്തിൽ ഇറുകെ പുണർന്നു. ചെവിയിൽ കാറ്റുപോലെ പിന്നെയും ആ ചോദ്യം. ശരിക്കും ഇഷ്ടമാണോ നിനക്കെന്നെ? കൊച്ചുകുട്ടികളെ പോലെ അവനത് ചോദിക്കുമ്പോൾ അന്നേരം ഞാൻ എൻ്റെ സ്നേഹത്തെ വ്യാഖ്യാനിക്കാൻ വാക്കുകൾ തേടുകയായിരുന്നു. ഏറെ നേരം അങ്ങനെ നിന്നു. പതിയെ ശരീരങ്ങൾ അകന്നു മാറുമ്പോഴും ആത്മാവ് പുണർന്ന് തന്നെ ഇരുന്നു. ഒന്നും മിണ്ടാതെ തന്നെ ഞാൻ ആ മുറി വിട്ടിറങ്ങി. അവനിഷ്ടപ്പെട്ട കറികളും മറ്റും തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അന്ന് ദേവു. പതിവില്ലാതെ അവളുടെ അതരങ്ങളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെ ഞാൻ ആകെ കുഴഞ്ഞു. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ കൊതി തോന്നി. വാഴയില വെട്ടി അഭിയേട്ടനുള്ള ഭക്ഷണം ഞാൻ അതിൽ വിളമ്പി. കൈക്കുമ്പിളിൽ ഓരോ കറികളും പകർന്ന് സ്വാദ് നോക്കി. മുകളിലേക്ക് അഭിയേട്ടനെ വിളിക്കാൻ പോകുമ്പോൾ അവൻ തൃപ്തിപ്പെട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. പിടിച്ചിരുത്തി ചോറ് വിളമ്പി. ഒപ്പം സുഭദ്രമ്മയെയും പിടിച്ചിരുത്തി. സുഭദ്രമ്മയും അഭിയും തമ്മിലുള്ള അകലം കുറഞ്ഞു വന്നു തുടങ്ങിയിരുന്നു. അഭി ഒരു ഉരുള ചോറ് അവർക്ക് നേരെ നീട്ടുമ്പോൾ ആ അമ്മയിൽ അതിശയം നിറഞ്ഞു വന്നു. പിന്നെ ആ അമ്മയുടെ ചുണ്ടുകൾ വിതുമ്പി. കണ്ണുകൾ ഒഴുകി. അഭിയുടെയും. അടുത്ത ഉരുള അവൻ അവൻ്റെ ദേവിക്കും കൊടുത്തു. 8 വർഷങ്ങൾക്കിപ്പുറം അവന് ഊട്ടാൻ 2 ആൺകുട്ടികൾ കൂടെ ദേവുവിനപ്പുറവും ഇപ്പുറവും ഇരിപ്പുണ്ട്. ആദ്യത്തെ ചോറുരുള ദേവുവിന് നേരെ നീട്ടുമ്പോൾ അച്ചക്ക് അമ്മയെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കും കുറുമ്പന്മാർ. അതേ എന്ന് അഭി ഒട്ടും മടിക്കാതെ പറയുമ്പോൾ ദേവു നാണിച്ചു മിഴികൾ താഴ്ത്തും. അവസാനിച്ചു. സൂര്യകാന്തി. ഒരു ക്ലീശിയ സ്റ്റോറിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.